ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോർ എലിവ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഷോർട്ട് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിയുടെ ക്ലാസ്സുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പൊളിറ്റിയിലെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഈ 50 ചോദ്യങ്ങളിലൂടെ പൊളിറ്റിയുടെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സിനെയും എല്ലാ കൺസെപ്റ്റ്സിനെയും കവർ ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ കണ്ടക്ട് ചെയ്തിട്ടുള്ള NTPC ഗ്രാജുവേറ്റ് CBT 1, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, അതുപോലെ തന്നെ അതിന് മുന്നേ കണ്ടക്ട് ചെയ്തിട്ടുള്ള മറ്റ് പരീക്ഷകളുടെ എല്ലാം ചോദ്യങ്ങൾ ആസ്ഥാനമാക്കിക്കൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീരീസാണിത്. തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത് കാണണം. നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. Who was the president of Constituent Assembly of India after independence? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷനായിട്ട് ഇരുന്നിരുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. Who chaired the first meeting of Constituent Assembly of India? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഏറ്റവും ആദ്യത്തെ മീറ്റിംഗ് ചെയർ ചെയ്ത വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, അപ്പം ആ ഒരു കൺവെൻഷൻ നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട്. ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ മീറ്റിംഗിൽ പ്രോട്ടം സ്പീക്കറായിട്ട് ലോക്സഭയിൽ വെക്കുന്നത്. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഏറ്റവും ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ട് ഇരുന്നിരുന്ന വ്യക്തി ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിദാനന്ദ സിൻഹയാണ്. അതിനുശേഷമാണ് അധ്യക്ഷനാക്കി മാറ്റിയത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനാക്കി മാറ്റിയത്. ഇനി who among the given is known as the calligrapher of the Indian Constitution? ഇന്ത്യൻ ഭരണഘടനയുടെ കാലിഗ്രാഫർ എന്ന് അറിയപ്പെട്ടിരുന്നത് ആര്, അല്ലെങ്കിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? പ്രേം ബിഹാരി നരൈൻ റൈസാദ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാലിഗ്രാഫറായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് എത്രയും പെട്ടെന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തെടുക്കാം. നമ്മളൊരു 3 ചോദ്യങ്ങൾ ഓൾറെഡി കവർ ചെയ്തു. ഈ ചോദ്യങ്ങളുമായിട്ട് അനുബന്ധപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കുന്നു. ഈ കണ്ടിട്ടുള്ള 3 ചോദ്യങ്ങൾ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാലിഗ്രാഫർ ആരാണ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഏറ്റവും ആദ്യത്തെ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ ആരാണ്, ഏറ്റവും ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതും നമ്മൾ സ്ഥിരമായിട്ട് RRB SSC എക്സാംസിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഫാക്റ്റുകൾ നോക്കാം. അസംബ്ലിയുടെ ടൈം ലൈൻസ് നാളെ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്താണ്? ഡിസംബർ 9, 1946 ക്യാബിനറ്റ് മിഷന്റെ ഈ പറയുന്ന ക്യാബിനറ്റ് മിഷനിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഫോം ചെയ്തത്. ഡിസംബർ 9, 1946 ഏറ്റവും ആദ്യത്തെ സമ്മേളനം നടത്തുന്നു. അതിൻ്റെ അധ്യക്ഷനായിട്ട് താൽക്കാലിക അധ്യക്ഷനായിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ് സച്ചിദാനന്ദ സിൻഹ. അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ആചാര്യ കൃപലാനി. അദ്ദേഹം അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഡിസംബർ 11, 1946 ടെമ്പററി അധ്യക്ഷനെ മാറ്റിക്കൊണ്ട് ഒരു പെർമനന്റ് അധ്യക്ഷനായിട്ട് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡന്റ് ആയിട്ട് ആരെ മാറ്റുന്നു? രാജേന്ദ്ര പ്രസാദിനെ ഇലക്ട് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ് ആയിട്ട് ഉപാധ്യക്ഷന്മാരായിട്ട് HC മുഖർജിനെയും VT കൃഷ്ണമാചാര്യനെയും സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ അഡ്വൈസറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയാണ് BN റാവു. അപ്പോൾ ഈ വ്യക്തിത്വങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. സച്ചിദാനന്ദ സിൻഹ, ആചാര്യ കൃപലാനി. സച്ചിദാനന്ദ സിൻഹ ഏറ്റവും ആദ്യത്തെ അസംബ്ലിയിൽ ചെയർ ചെയ്ത വ്യക്തി, ആചാര്യ കൃപലാനി ഏറ്റവും ആദ്യത്തെ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച വ്യക്തി, രാജേന്ദ്ര പ്രസാദ് ഏറ്റവും ആദ്യത്തെ അധ്യക്ഷൻ, HC മുഖർജി, VT കൃഷ്ണമാചാരി ഉപാധ്യക്ഷന്മാർ, BN റാവു കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ അഡ്വൈസേഴ്സ്. ഓക്കെ, 2 ദിവസം കൂടെ കഴിഞ്ഞ് 13 ഡിസംബർ 1946 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ സമർപ്പിക്കുന്നു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫി അടങ്ങിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്ത് ഉൾപ്പെടേണ്ടിയിരുന്ന മൂല്യങ്ങളെപ്പറ്റി, തത്വങ്ങളെപ്പറ്റി, ഫിലോസഫിയെ പറ്റിയിട്ട് അടങ്ങിയിരിക്കുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്താണ്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ 1947 ജനുവരി 22 ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയെടുക്കുന്നു. ജൂലൈ 1947 ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് ജൂലൈ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരുമ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈ ഭരണഘടനാ അസംബ്ലി ക്യാബിനറ്റ് മിഷൻ പറഞ്ഞത് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഭരണഘടനാ അസംബ്ലിയായിട്ട് നിലകൊള്ളുന്ന സമയത്ത് അതിൻ്റെ അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും. നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിയമവാഴ്ച നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്ത് വേണം? ഒരു നിയമനിർമ്മാണ സഭ അഥവാ ഒരു പാർലമെന്റ് വേണം. പാർലമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? തെരഞ്ഞെടുപ്പ് നടക്കണം. തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് എപ്രകാരം നടക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഭരണഘടന വേണം.
ഭരണഘടന നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഭരണഘടനാ അസംബ്ലി സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയെ തന്നെ ഒരു പാർലമെന്റായിട്ട് വർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. സ്വാതന്ത്ര്യം കിട്ടി, ഭരണഘടന രൂപീകരിക്കപ്പെട്ട് ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തി. ഭരണഘടനയിൽ എപ്രകാരമാണോ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതുപ്രകാരം ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റ് ഫോം ചെയ്യുന്നത് വരെ ഇന്ത്യയിൽ നിയമവാഴ്ച നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇതേ ഭരണഘടനാ അസംബ്ലി തന്നെ താൽക്കാലിക പാർലമെന്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഈ ഭരണഘടനാ അസംബ്ലിയായിട്ട് സമ്മേളിക്കുന്ന സമയങ്ങളിൽ രാജേന്ദ്ര പ്രസാദ് അതിന്റെ അധ്യക്ഷനും, ഇതേ ഭരണഘടനാ അസംബ്ലി പാർലമെന്റായിട്ട് നിയമ നിർമ്മാണ സഭയായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ അധ്യക്ഷനായിട്ട് TV മാവ്ലങ്കാറും തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ജൂലൈ ടു ഒക്ടോബറിൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ജൂലൈ 22, 1947 ദേശീയ പതാക അഡോപ്റ്റ് ചെയ്യുന്നു. കാരണം ഓഗസ്റ്റ് 15 പതാക ഉയർത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യയുടെ പതാക എന്നുള്ളത് നമ്മൾ ചെയ്യണം, അഡോപ്റ്റ് ചെയ്തേ പറ്റും. ഓക്കെ, ഓഗസ്റ്റ് 29, 1947 മാത്രം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം ഡ്രാഫ്റ്റിംഗിന്റെ പർപ്പസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 26 നവംബർ 1949 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി 3 വായനകൾക്ക് ശേഷം ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഈ 3 വായനകൾക്ക് ശേഷം ഓരോ ആർട്ടിക്കിൾസിനെയും വോട്ടിനിട്ട് പാസ്സാക്കുകയും ഭരണഘടന എന്ത് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അഡോപ്റ്റ് ചെയ്ത ഭരണഘടന നിയമപ്രകാരം നിലവിൽ വരുന്നത് 26 ജനുവരി 1950 അന്ന് മുതൽ ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറുകയും റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ. ഇനി ഭരണഘടനാ അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട് എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഫാക്റ്റാണ്. ഞാൻ ഇതിന് മുന്നത്തെ റിവിഷൻ സീരീസിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ പൊളിറ്റി റിവിഷൻ സീരീസിന്റെ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും. ഞാൻ ഇതൊരു റീലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തന്നിട്ടുണ്ട്. കാരണം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. നിങ്ങൾ ഇതെന്ത് ചെയ്യുക, എഴുതി വെച്ചിരുന്ന് പഠിക്കുക. ഇതിൻ്റെ റിയൽ ഫോമാറ്റും അതുപോലെ തന്നെ മറ്റ് റിവിഷൻ സീരീസിൻ്റെ കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 2 വർഷം 11 മാസം 17 ദിവസം, PSCകളിൽ 18 ദിവസം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എനിവേ ഇതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 സമ്മേളനങ്ങൾ, അതായത് ഡിസംബർ 9, 1946 മുതൽ നവംബർ 26, 1949 വരെയാണ് സഭ സമ്മേളിച്ചിരിക്കുന്നത്. ജനുവരി 26, 1950 വരെയാണ് സഭ സമ്മേളിച്ചിരിക്കുന്നത്. ആ കാലയളവിൽ 2 വർഷം 11 മാസം 17 ദിവസം 11 സമ്മേളനങ്ങൾ 165 ദിവസങ്ങളിലാണ് സഭ സമ്മേളിച്ചത്. ഏറ്റവും അവസാനത്തെ സഭ 24 ജനുവരിക്കാണ് സമ്മേളിച്ചത്. 284 പേരന്ന് പങ്കെടുത്തു. 395 ആർട്ടിക്കിൾസ്, 22 ഭാഗങ്ങൾ, 8 പട്ടികകളായിട്ട് ഭരണഘടനയെ അന്ന് അഡോപ്റ്റ് ചെയ്തു, ഇഫക്റ്റീവ് നിലവിൽ വന്നു. പ്രേം ബിഹാരി നരയൻ റൈസാദയാണ് ഇംഗ്ലീഷ് കാലിഗ്രഫർ. വസന്ത് കൃഷ്ണൻ വൈദ്യയാണ് ഹിന്ദി കാലിഗ്രഫർ. മിൽബൺ ലോൺ പേപ്പറാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഹാൻഡ് റിട്ടൺ കോപ്പി എഴുതിയിരിക്കുന്ന കടലാസ് കഷ്ണം. നന്ദലാൽ ബോസാണ് അതിൻ്റെ ആർട്ട് വർക്കുകൾ. അപ്പോൾ ആർട്ട് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ 22 പാർട്ടുകളിലായിട്ട് 22 പെയിന്റിങ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കവർ പേജും പ്രിയാമ്പിളും വിയോഹർ രാമനോഹർ സിൻഹയാണ്. മൊത്തം ആകെ തുക ഈ ഇത്രയും സമയം കൊണ്ട് 64 ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇതാണ് ഭരണഘടനാ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ടും എക്സാമിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റുകൾ. ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു തന്നു, ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. 3 ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് ദ സ്റ്റേറ്റ് ദ റൈറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ ചിൽഡ്രൻ, വുമൺ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഭാഗം 3 അല്ലെ, മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്താണ് കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിനുള്ള അധികാരം സ്റ്റേറ്റിന് കൊടുക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏത് ഭാഗത്താണ്? ഭാഗം 3. ഇനി വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ പ്രൊവിഷൻ ഫോർ ദ ഫെഡറൽ എക്സിക്യൂട്ടീവ്? ഫെഡറൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവ് എവിടെയാണ്? ഭാഗം 5 അല്ലെ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സിനകത്ത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ആഡ് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തിൻ്റെ ഒരു ഹൈലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ബുക്കാണ്. ആ ബുക്കിനകത്ത് ഭാഗങ്ങളുണ്ട്, അതിനകത്ത് ആർട്ടിക്കിൾസ് ഉണ്ട്, അതിനകത്ത് ഷെഡ്യൂൾസ് ഉണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. ഭാഗങ്ങൾ തിരിച്ചിരിക്കുന്നതിന് ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ എന്ന് പറയുമ്പോൾ പാർട്ട് 1 എന്താണ് പറയുന്നത്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണെന്ന് പറയും. അപ്പോൾ അവിടെ സംസ്ഥാനം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന്, കൂട്ടായ്മ അഥവാ യൂണിയൻ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നും തീരുമാനിച്ചു. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണ് പറയുന്നത്?
ഈ സംസ്ഥാനത്തിനകത്തും യൂണിയനകത്തും നിശ്ചിത ഭൂപ്രകൃതിക്കകത്ത് അതിർത്തികൾ തിരിച്ചിട്ടുള്ള ഈ പ്രകൃതിക്കകത്ത് താമസിക്കുന്ന ആളുകളുടെ എന്താണ് അവരുടെ പൗരത്വം, അതാണ് സിറ്റിസൺഷിപ്പ്. ഇനി 1ലും 2ലും പറഞ്ഞിട്ടുള്ള സർക്കാരുകളും ജനങ്ങളും തമ്മിലുള്ള ഇടപാടുകളാണ് ഭാഗം 3, ഭാഗം 4, ഭാഗം 5 ഫണ്ടമെന്റൽ റൈറ്റ്സ് DPSP. അപ്പോൾ നിങ്ങൾക്ക് ഭാഗം 3, ഭാഗം 4, ഭാഗം 4A, ഭാഗം 5 അല്ല, ഭാഗം 4A എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 4A ആണ് 42ാം ഭേദഗതിയിലൂടെ അമെൻഡ് ചെയ്ത് കയറ്റിയതാണ്. ഓക്കെ, അതിനുശേഷം ഓരോ സർക്കാരുകളെയും ഡിഫറൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. ഭാഗം 5ൽ യൂണിയൻ ഗവൺമെന്റ്, ഭാഗം 6ൽ സംസ്ഥാന സർക്കാരുകൾ, ഭാഗം 7ൽ ഈ പറഞ്ഞ പോലെ ഭാഗം 7 റിപ്പീൽ ചെയ്തു, ഭാഗം 8ൽ യൂണിയൻ ടെറിട്ടറി, 9ൽ പഞ്ചായത്തി രാജ്, 9 മുനിസിപ്പാലിറ്റി, 9 കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിനുശേഷം പിന്നെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഇടപാടുകൾ, അപ്പോൾ രണ്ട് സർക്കാരുകളെ വിവിധ തരത്തിലുള്ള സർക്കാരുകളെ ഡിഫൈൻ ചെയ്തതിനു ശേഷം ഓരോ സർക്കാരുകളും തമ്മിലുള്ള ഇടപാടുകൾ നിശ്ചയിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ. അതിനകത്ത് പിന്നീട് ഇലക്ഷൻസ്, ഈ ഓരോ സർക്കാരുകളെയും തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുന്നു. പിന്നെ ഭരണഘടന അമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് തീരുമാനിക്കുന്നു. ആ രീതിയിൽ കൃത്യമായ അടക്കം ചിട്ടയോട് കൂടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂട്യൂബ് ചാനലിലെ വീഡിയോസിൽ പോയിട്ട് ഓൾഡസ്റ്റ് വീഡിയോസ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഘടന എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും, മാത്രമല്ല ഈ ഒരു ലോജിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്തു. 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം അത്ര തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപാട് ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതുവരെ എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ 12 ഷെഡ്യൂളുകൾ പഠിച്ചിട്ടുള്ളത്. അത് ഓൾറെഡി ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇയേഴ്സ് ഓഫ് ഓൾഡ് PM. അപ്പോൾ T ഫോർ ടെറിട്ടറി, E ഫോർ എമോൾമെന്റ്സ്, A ഫോർ ഓത്ത് ആൻഡ് അഫർമേഷനിലെ A, R ഫോർ രാജ്യസഭാ സീറ്റ്, S ഫോർ ഷെഡ്യൂൾഡ് ഏരിയസ്, O ഫോർ അതർ ഏരിയസ്, F ഫോർ ഫെഡറലിസം. ഫെഡറലിസം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ അതിനകത്താണ് വരുന്നത്. O ഫോർ ഒഫീഷ്യൽ ലാംഗ്വേജ്, L ഫോർ ലാൻഡ് റിഫോംസ്, D ഫോർ ആന്റി ഡിഫെക്ഷൻ ലോ, P ഫോർ പഞ്ചായത്ത്, M ഫോർ മുനിസിപ്പാലിറ്റി. അപ്പോൾ ഈ രീതിയിൽ ഇയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പറയുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡിലൂടെ 12 ഷെഡ്യൂൾസും ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. 22 പാർട്ടുകൾ, ഇപ്പം നിലവിൽ ഭരണഘടനയിൽ 25 ഭാഗങ്ങളുണ്ട്. 25 ഭാഗങ്ങൾ പഠിക്കുന്നതിനാണ് ഞാൻ നേരത്തെ സ്ട്രക്ചർ പറഞ്ഞത്, അല്ലേ? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു, പീപ്പിൾ എന്ന് പറഞ്ഞു, ഗവൺമെന്റ് പീപ്പിൾ റിലേഷൻ പറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആദ്യത്തെ 5 ഭാഗങ്ങൾ 4A വരെയുള്ള 1 മുതൽ 4A വരെയുള്ള 5 ഭാഗങ്ങൾ നിങ്ങളുടെ കയ്യിലായി. യൂണിയൻ ആദ്യത്തെ ഗവൺമെന്റ്, സ്റ്റേറ്റ് രണ്ടാമത്തെ ഗവൺമെന്റ്. 7ാമത്തെ പാർട്ടിൽ എന്ത് ചെയ്തു, റിപ്പീൽ ചെയ്തു. 8ാമത്തെ പാർട്ടിൽ വന്നു, 7ാമത്തെ പാർട്ട് റിപ്പീൽ ചെയ്ത് 8ാമത്തെ പാർട്ടിൽ യൂണിയൻ ടെറിട്ടറി വന്നു. 9ാമത്തെ പാർട്ടിൽ പഞ്ചായത്ത് വന്നു. 9A മുനിസിപ്പാലിറ്റി, 9B കോർപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര പാർട്ടുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു പോകും. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ അസംബ്ലിയെ പറ്റി പഠിച്ചു, ഇന്ത്യൻ ഭരണഘടന ഘടന പഠിച്ചു. ഇനി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെ ഭരണഘടനകളിൽ നിന്നും എടുത്തതാണെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അതിലൊരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ സോഴ്സ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഏതാണ് സോഴ്സ് അല്ലാത്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡെൻമാർക്ക്. ഫ്രാൻസിൽ നിന്നും അയർലൻഡിൽ നിന്നും US നിന്നൊക്കെ നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആർട്ടിക്കിൾസ് കടമെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, India's constitutional provision of indirect election of Rajya Sabha members was adopted from which country? Indirect election of Rajya Sabha സീറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ്. അടുത്ത ചോദ്യം നോക്കാം, വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇൻസ്പയർഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി? ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന പ്രൊവിഷൻ നമ്മൾ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തതാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് നോക്കി, നമുക്കിനി പെട്ടെന്നൊന്ന് നോക്കിയെടുക്കാം. US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ആമുഖം US കോൺസ്റ്റിറ്റ്യൂഷനകത്തും അതേപോലെ ഒരു ആമുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്താണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്താണ്. ഇലക്ട്രൽ കോളേജ്, ഓരോ ഭരണഘടനാ പദവികളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത് ആര് എന്ന വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആളുകളെ അടങ്ങുന്ന ആ ഒരു സംഘത്തെയാണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, രാജ്യസഭ MP മാരെ നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നുണ്ടോ? ഇല്ല. രാജ്യസഭ MP മാരെ വോട്ട് ചെയ്യുന്നത് ആരാണ്? MLA മാരാണ്, അല്ലേ? അപ്പോൾ ആ ഇലക്ട്രൽ കോളേജ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അത് നമ്മൾ US നിന്നാണ് ആ ഐഡിയ എടുത്തിരിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി,
ജുഡീഷ്യൽ റിവ്യൂ. പ്രസിഡന്റ് ആണ് ആർമഡ് ഫോഴ്സസിന്റെ എല്ലാം സുപ്രീം കമാൻഡറായിട്ട്. അത് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതും അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഈക്വൽ പ്രൊട്ടക്ഷൻ അണ്ടർ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് അമേരിക്കയിൽ നിന്നാണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ഒരുപാട് ആശയങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ബ്രിട്ടീഷ് കോളനി ആയിരുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ആ ബൈക്കാമറൽ സിസ്റ്റം തൊട്ട് ഒട്ടനവധി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പാർലമെന്ററി ഫോം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, റിറ്റുകൾ, സ്പീക്കറിന്റെ റോള്, ലോ മേക്കിംഗ് പ്രൊസീജിയർ, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ്, ബൈക്കാമറലിസം തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുള്ളത്. ഇനി കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് എന്നുള്ള ആശയം എടുത്തിരിക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എവിടെ നടത്തിയിരിക്കുന്നതാണ്? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താണ്. റെസിജ്വൽ പവേഴ്സ് റിറ്റൈൻഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് എവിടെ എടുത്താണ്? കനേഡിയൻ ഗവൺമെന്റ്. അപ്പോൾ എന്താണ് റെസിജ്വൽ പവർ എന്നൊക്കെ നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാൻ ഇത് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് പോകുന്നുള്ളൂ. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, DPSP എന്ന് പറയുന്ന ആശയം നമ്മൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. നോമിനേഷൻസ് ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, രാജ്യസഭ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു, തെരഞ്ഞെടുക്കുന്ന രീതിയല്ല പറഞ്ഞിരിക്കുന്നത്, നാമനിർദ്ദേശം ചെയ്യുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, രാഷ്ട്രപതി എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. രാഷ്ട്രപതി എന്ന് പറയുന്ന പദവിയല്ല, രാഷ്ട്രപതി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുന്നത്. കാരണം ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് ചോദിക്കാം. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ് ബേസിക്കലി. നമ്മളത് പ്രിയാമ്പിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി തുടങ്ങിയ സംഭവങ്ങൾ. ഇനി ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. അതുപോലെ തന്നെ ഫെഡറൽ സ്ട്രക്ചറിൽ വരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക്, അല്ലെങ്കിൽ ഭൂരിപക്ഷം സംഭവങ്ങളും ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇനി USSR എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടി, സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയം. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അമെൻമെന്റിനുള്ള പ്രൊസീജിയേഴ്സ്. അമെൻമെന്റ് പ്രൊസീജിയേഴ്സ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. നമ്മുടെ ആർട്ടിക്കിൾ 368 ഉപയോഗിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. എലക്ഷൻ ഓഫ് രാജ്യസഭ മെമ്പേഴ്സ്, ഇപ്പോൾ നോമിനേഷൻ ഓഫ് രാജ്യസഭ മെമ്പേഴ്സ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ രാജ്യസഭ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ജർമ്മനിയിൽ നിന്നാണ് എമർജൻസി പവേഴ്സ്, യൂണിയൻ ഗവൺമെന്റിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലുള്ള കൂടുതൽ അധികാരങ്ങൾ എന്നുള്ള പ്രൊവിഷൻ ജർമ്മനിയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും? മൗലിക അവകാശങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ പ്രൊവിഷനും എവിടെ നിന്ന് തന്നെയാണ്? ജർമ്മനിയിൽ നിന്ന് തന്നെയാണ്. ജപ്പാനിൽ നിന്നാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും ഡ്യൂ പ്രോസസ് ലോയും എന്താണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. ആ കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ജപ്പാനിൽ നിന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയാണ് സോഴ്സസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അടുത്ത പ്രിയാമ്പിൾ എന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഡാഷ് ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ സെക്യുലർ സ്റ്റേറ്റ്. ഇന്ത്യയെ ഒരു സെക്യുലർ രാഷ്ട്രം എന്ന് പറയുന്നത്, ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയാണ്? പ്രിയാമ്പിളിനകത്താണ് അല്ലേ. ഇനി കേശവാനന്ദ ഭാരതി കേസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള കേസസ് ആണ്. കേസസ് നിങ്ങൾ പഠിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസ് അഡ്രസ് ചെയ്തൊരു ചോദ്യമാണ്, പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ? കേശവാനന്ദ ഭാരതി കേസിന്റെ വേർഡിക്റ്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആമുഖത്തെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ നിങ്ങൾക്ക് ഭേദഗതി വരുത്താം. ഇറ്റ് ക്യാൻ ബി അമെൻഡഡ്. ഓക്കെ, ഇനി അപ്പോൾ പ്രിയാമ്പിളിന്റെ കമ്പോണൻസ്, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, സോഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സോഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സോഴ്സ് ഓഫ് അതോറിറ്റി, എവിടെ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതോറിറ്റി കിട്ടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ്? ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. കാരണം ഭരണഘടനയുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് സോഴ്സ് ഓഫ് അതോറിറ്റി കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എത്തരത്തിലുള്ള രാജ്യമാണെന്ന് നമുക്ക് ആമുഖത്തിനകത്ത് നിന്ന് കിട്ടും. ഇറ്റ് ഇസ് എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാജ്യം അല്ലേ. സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? അത് നീതി ഉറപ്പുവരുത്തുന്നു. ഇറ്റ് വിൽ ഗീവ് ജസ്റ്റിസ്. ആർക്ക്? എന്തൊക്കെ തരത്തിലുള്ള നീതി? സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്തുന്ന, ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ഭൂപ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്ക് സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ നീതി ഉറപ്പുവരുത്തുന്ന, അവർക്ക് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, തുല്യത, സൗഹാർദ്ദം തുടങ്ങിയ സങ്കല്പങ്ങളിൽ ഊന്നിയിട്ടുള്ള ഒരു രാജ്യമായിരിക്കും ഇന്ത്യൻ ഭരണഘടന എന്നും ആമുഖം പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല ഈ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് അതുകൂടെ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? പ്രിയാമ്പിളിനകത്ത് കാണാനായിട്ട് സാധിക്കും. കമ്പോണൻസ് ഓഫ് പ്രിയാമ്പിൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണയായി. ഇനി പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി വരുത്താനായിട്ട് പറ്റുമോ? കേശവാനന്ദ ഭാരതി കേസ്, ഡേറ്റ് ഓർത്തിരിക്കുക, 24 ഏപ്രിൽ 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറയുന്നു, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗമാണ്.
subject to the condition that no amendment is done to the basic structure of the constitution and hence can be amended. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി വരുത്താൻ ഉപയോഗിക്കുന്ന അനുച്ഛേദം 368 ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തെയും നിങ്ങൾക്ക് ഭേദഗതി വരുത്താം. പ്രൊവൈഡഡ്, എന്താണ് പ്രൊവൈഡഡ്? അടിസ്ഥാന ഘടനാ സിദ്ധാന്തം അല്ലെങ്കിൽ അടിസ്ഥാന ഘടനാവാദം, ബേസിക് സ്ട്രക്ചർ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തിരുത്തുന്ന രീതിയിലുള്ള ഭേദഗതി ആവരുതെന്ന് മാത്രം. അങ്ങനെ ആ രീതിയിൽ ഈ വിധിക്ക് ശേഷം 42ാം ഭരണഘടനാ ഭേദഗതി 1976 ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ആദ്യമായും അവസാനമായും ഭേദഗതി വരുത്തിയിരിക്കുന്നു. അതിലൂടെ എന്തൊക്കെ ആഡ് ചെയ്തു? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ രാജ്യത്തിന്റെ ഈ പറയുന്ന നേച്ചറിനകത്തും ഇന്റഗ്രിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന, യൂണിറ്റി മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ കൂടെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇതേ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാവണമെന്ന് പറഞ്ഞുകൊണ്ടും നിർദ്ദേശം വെച്ചത്. ഓക്കെ, അതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെ ആമുഖം കഴിഞ്ഞു. നമ്മൾ ഇനി എങ്ങോട്ട് വരികയാണ്? ഏറ്റവും ആദ്യത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഹൂ അമംഗ് ദ ഫോളോയിങ് വിൽ ബി കൺസിഡേർഡ് എ നോർമൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു നോർമൽ സിറ്റിസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ് എന്നാണ് ചോദിക്കുന്നത്. ആരെയാണ്? ഇന്ത്യൻസ് വർക്കിംഗ് ഇൻ ഫോറിൻ എംബസീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, ഇന്ത്യക്കാർ തന്നെയാണ്. മാറ്റർ ചെയ്യുന്ന കാര്യമല്ല, അവരെന്താ തന്നെയാണ്? അവർ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ്. അംബാസിഡർ ഓഫ് ഇന്ത്യ ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അംബാസിഡർ ഓഫ് ഇന്ത്യ ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇന്ത്യൻ അംബാസിഡർ, US പോയിരിക്കുന്ന ഇന്ത്യൻ അംബാസിഡർ ഇന്ത്യയുടെ ഒരു നോർമൽ സിറ്റിസൺ തന്നെയാണ് അല്ലേ? അപ്പോൾ ബോത്ത് A and B ആണ് എൻ്റെ ആൻസർ എന്ന്. അടുത്ത ചോദ്യം എന്താ? The Parliament has been given power to make laws regarding citizenship under which article of the Constitution of India? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ ഏത്? പാർലമെന്റിനാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് എന്ത് നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുള്ളൂ, അത് ഏത് ആർട്ടിക്കിളിനകത്താണ് പറയുന്നത്? 11. ഓക്കെ, ഇനി in the case of Ashwini Kumar Upadhyay versus Union of India, November 2024, കറണ്ട് അഫെയർ ആണ്, കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റ് ലെവലിന് ചോദിച്ച ചോദ്യമാണ്. സുപ്രീം കോർട്ട് ഡിസ്മിസ്ഡ് എ പ്ലീ റിലേറ്റഡ് ടു, എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലീ ആണ് സുപ്രീം കോടതി ഇവിടെ ഡിസ്മിസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് ആഡിങ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ടു ദ പ്രിയാമ്പിൾ. വളരെ വിവാദമായിട്ടുള്ള സംഭവമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് സെക്യുലർ, സോഷ്യലിസ്റ്റ് തുടങ്ങിയ ആശയങ്ങൾ എടുത്തു കളയണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്ത് ചെയ്തു? സുപ്രീം കോടതി അസേർട്ട് ചെയ്തു. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ്, അതങ്ങനെ എടുത്തു കളയാൻ പാടുള്ളതല്ല എന്ന് അശ്വിനി കുമാർ ഉപാധ്യായ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യക്കകത്ത് പറഞ്ഞു. ഓക്കെ, ഇത്തരത്തിൽ നിലവിലുള്ള സുപ്രീം കോടതി വേർഡിക്റ്റുകൾ, അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് NTPC ലെവലിലുള്ള എക്സാംസിനും ഗ്രൂപ്പ് ഡി ലെവലിലുള്ള എക്സാംസിനും JEE ലെവലിലുള്ള എക്സാംസിനും ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ ഒന്ന് നോക്കുക. ഇനി നമ്മുടെ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട 2 ആർട്ടിക്കിൾസ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 9 ആൻഡ് ആർട്ടിക്കിൾ 11. ആർട്ടിക്കിൾ 9 എന്താണ് പറയുന്നത്? ഭാഗം 2 ഇന്ത്യൻ പൗരത്വം. ആർട്ടിക്കിൾസ് 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ പൗരത്വത്തെ പറ്റി പരാമർശിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 9 പറയുന്നത് ഇറ്റ് അഫേംസ് ദ കൺസെപ്റ്റ് ദ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏക പൗരത്വമാണുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏക പൗരത്വമാണുള്ളത്. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു പൗരൻ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? ഇന്ത്യൻ പൗരൻ അല്ലാതാവും. ആർട്ടിക്കിൾ 11 എന്താണ് പറയുന്നത്? ദ പാർലമെന്റ് ടു റെഗുലേറ്റ് ദ റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ബൈ ലോ. ആർട്ടിക്കിൾ 11 പറയുന്നത് ഇന്ത്യയിലുള്ള പൗരന്മാരുടെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് നിയമം ഉണ്ടാക്കാനുള്ള പരമാധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഇത് പ്രകാരമാണ് 2019 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, വിവാദമായിട്ടുള്ള ആക്ട് ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത്. ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള 2-3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മെൻഷൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ ഡെമോക്രസി, രാഷ്ട്രീയ ജനാധിപത്യം ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയിട്ടാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഇന്ത്യൻ ഭരണഘടനയിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്ച്വൽ ചോദ്യമാണ്. രാഷ്ട്രീയ ജനാധിപത്യം എന്താണ് ഉത്തരം? രാഷ്ട്രീയ ജനാധിപത്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് മൗലിക അവകാശങ്ങൾ. The objective of the fundamental rights mentioned in the Indian Constitution is to provide or is to established എന്താണ്? Political democracy. Okay, ഇനി on 28th June 2021
CGL ചോദിച്ചൊരു ചോദ്യമാണ്. The Supreme Court held that the persons with disability have a right to reservation in promotion under Article 16(4) of Constitution of India 1950 in the case of. അപ്പോൾ സുപ്രീം കോടതി 28 ജൂൺ 2021 ഒരു പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവിക്കുകയാണ്. ആ വിധി ഇങ്ങനെയാണ് പറയുന്നത്. PWBD, അതായത് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് പ്രൊമോഷനിലും എന്ത് കിട്ടും, റിസർവേഷൻ്റെ ക്ലെയിം കിട്ടും എന്ന് പറഞ്ഞത്. ആൻഡ് അത് ആർട്ടിക്കിൾ 16(4) അവസര സമത്വം, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണെന്ന് പറഞ്ഞത് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ലിസമ്മ ജോസഫ് എന്ന് പറയുന്ന കേസിനകത്താണ്. അപ്പോൾ നേരത്തെ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്ന ആ കേസും കേരളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കേരളത്തിലെ കാസർഗോഡാണ് കേശവാനന്ദ ഭാരതിയുടെ മഠം ഇരിക്കുന്നത്. ഈ പറഞ്ഞ ലിസമ്മ ജോസഫ് എന്ന് പറയുന്ന ആ കേസും കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കേസാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോഷനിൽ റിസർവേഷൻ കിട്ടുന്നത് PWBD കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം മൗലിക അവകാശമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി in which of the following cases did the Supreme Court uphold the right to privacy as a fundamental right in 2017? സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെ മൗലിക അവകാശമായിട്ട് സുപ്രീം കോടതി 2017 പരിഗണിച്ചു. അത് ഏത് കേസിലാണ്? പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലാണ് ഇത്തരത്തിലൊരു പരാമർശം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ റൈറ്റ് ഓഫ് മാൻഡമസ്? റിറ്റ് ഓഫ് മാൻഡമസ് റിറ്റ് എന്താണെന്നാണ് ചോദ്യം. മാൻഡമസ് റിറ്റിന് നമ്മളൊരു കോഡിലൂടെയാണ് പഠിച്ചത് അല്ലേ? എന്തായിരുന്നു ആ കോഡ്? മണ്ടന്മാരെ പണിയെടുക്കൂ. അതായത് ടു ഗെറ്റ് എ ഗവൺമെന്റ് ബോഡി ടു പെർഫോം ഇറ്റ്സ് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റ് ബോഡിയുടെ അടുത്ത് ഉത്തരവിടുന്നതാണ് മണ്ടന്മാരെ പണിയെടുക്കൂ, മാൻഡമസ് റിറ്റ്. ഓക്കെ, ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ വാസ് ആഡഡ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ. അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ മൗലിക അവകാശമായി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് വർഷമാണ്? 2002. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് പഠിക്കുക. റിവിഷൻ സീരീസിന്റെ ക്ലാസ്സിനകത്തൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി which one of the following fundamental right is available to both the citizen of India and foreigners? ഒരു വിദേശിക്കും അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരനും ഒരുപോലെ ലഭ്യമായിട്ടുള്ള മൗലിക അവകാശം ഏത്? അപ്പോൾ അതിന് ഏറ്റവും നല്ലത് എന്താണ്? പൗരന്മാർക്ക് മാത്രം ലഭ്യമായിട്ടുള്ള അവകാശങ്ങൾ പഠിച്ചു പോകുന്നതാണ്. 15, 16, 19, 29, 30 ഇത്രയും ആർട്ടിക്കിൾസ് ആർക്ക് മാത്രമാണുള്ളത്? ഓൺലി ടു സിറ്റിസൺ. അപ്പോൾ ഇവിടെ നോക്കി ക്യാൻസൽ ചെയ്യാം. 15 അല്ലേ, 15 വെട്ടി, 16 വെട്ടി, 29 വെട്ടി. ബാക്കിയുള്ള ആൻസർ ഏതാണ്? ആർട്ടിക്കിൾ 26 ആണ്. അപ്പോൾ 15, 16, 19, 20, 30 ആ രീതിയിൽ പഠിച്ചു പോവുക. ആർട്ടിക്കിൾ 31B ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡേഷൻ ഓഫ് സർട്ടൻ ആക്ട്സ് ആൻഡ് റെഗുലേഷൻസ് ഡീൽസ് വിത്ത്. ആർട്ടിക്കിൾ 31B എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം നമുക്കറിയാവുന്നതാണ് ഭാഗം 3 ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ എന്താണെന്ന് അറിയാം? ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് അറിയാം. ഓപ്ഷനകത്ത് വേറെ എന്തെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റിനകത്തുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നതെന്ന് അത് കുഴപ്പിക്കുന്ന ചോദ്യമായേനെ. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി ഇന്ത്യൻ സിറ്റിസൺ ആണ് എൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ചില ചോദ്യങ്ങൾ ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ 31B ഞാൻ പഠിക്കാത്ത ആർട്ടിക്കിളാണല്ലോ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയരുത്. ഓപ്ഷൻസ് നോക്കുക. ചിലപ്പോൾ ചോദ്യം കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എളുപ്പമുള്ളതായിരിക്കും. അതായത് ക്വസ്റ്റ്യൻസിനെ നമുക്ക് 3 കാറ്റഗറൈസ് ചെയ്യാം പ്രധാനമായിട്ടും. ചോദ്യങ്ങൾ, അതായത് ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ട്, ഓപ്ഷൻ ബുദ്ധിമുട്ട്. മറ്റത് ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ട്, ഓപ്ഷൻ എളുപ്പം. തിരിച്ച് ചോദ്യവും ക്വസ്റ്റ്യൻ എളുപ്പം, ഓപ്ഷനും എളുപ്പമായിട്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ നിങ്ങൾ ഓർത്ത് നോക്കുക. ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇനി മൗലിക അവകാശങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 6 അവകാശങ്ങളാണ് ഉള്ളത്. നമുക്ക് 7 അവകാശം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിലവിൽ 6 അവകാശമാണുള്ളത്. ഏതൊക്കെയാണ് 6 അവകാശങ്ങൾ? റൈറ്റ് ടു ഇക്വാലിറ്റി ഉണ്ട്, റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത്തരത്തിൽ 6 അവകാശങ്ങളാണ് നമുക്കുള്ളത്. തുല്യതയ്ക്കുള്ള അവകാശം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ പ്രതിവിധിക്കുള്ള അവകാശം. ഈ രീതിയിലാണ് നമ്മൾ കോഡും ഇട്ടിരിക്കുന്നത്. സമത്വവും സ്വാതന്ത്ര്യവും ചൂഷണവും ഇല്ലാത്ത മതസംസ്കാര പരിപാലനം ഉറപ്പുവരുത്തുന്ന നാട് അല്ലേ? സമത്വം, ഇക്വാലിറ്റി, സ്വാതന്ത്ര്യം, ഫ്രീഡം, ചൂഷണം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, മതസംസ്കാരം അല്ലെ, മതത്തിനുള്ള റൈറ്റ് ടു റിലീജിയൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, സംസ്കാരം അല്ലെ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, പരിപാലനം, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അല്ലെ. ഈ രീതിയിൽ 6 അവകാശങ്ങളാണ് ഉള്ളത്.
ഒറിജിനലി 7 അവകാശം ഉണ്ടായിരുന്നു. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1978 എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 19(1) സബ്സെക്ഷൻ എഫ് റിമൂവ് ചെയ്തു. ആർട്ടിക്കിൾ 31 റിമൂവ് ചെയ്തു. എവിടെ നിന്ന്? പാർട്ട് 3-ൽ നിന്ന്. അതെന്തായിരുന്നു? സ്വത്തവകാശം എന്ന് പറയുന്ന അവകാശമായിരുന്നു. സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. പക്ഷെ ഭരണഘടനയിൽ നിന്ന് അതെന്ത് ചെയ്തു? എടുത്തു മാറ്റി. ഇപ്പോൾ അത് എന്ത് മാത്രമാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലീഗൽ റൈറ്റ് ആണ്. നിയമപരമായിട്ടുള്ള ഒരു റൈറ്റ് മാത്രമാണ്, ഭരണഘടനാപരമായിട്ടുള്ള ഒരു റൈറ്റ് മാത്രമാണ്. അല്ലാതെ എന്തല്ല? മൗലിക അവകാശമല്ല. ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കിൾ 300A എന്ന് പറയുന്ന ആർട്ടിക്കിളിനകത്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ലീഗൽ റൈറ്റ് ആണ്. നിങ്ങൾക്ക് ലീഗലി നീങ്ങാം. ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. പക്ഷെ എന്തല്ല? മൗലിക അവകാശം. അവകാശം എന്ന് പറയുന്നതല്ല, മൗലികമായിട്ടുള്ള അവകാശം അല്ല. ഇനി ഹേബിയസ് കോർപ്പസ് തുടങ്ങിയ പ്രധാനപ്പെട്ട നമ്മുടെ 5 റിറ്റുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഹാവ് ദ ബോഡി ഓഫ്, അല്ലേ? ആ വേർഡുകൾ കറക്റ്റായിട്ട് പഠിച്ചു പോവാം. ഞാൻ എപ്പോഴും പറയുന്ന കേസാണ് എന്ത്? ഒളിച്ചോടുന്ന കേസ്. ഒളിച്ചോടുന്ന കേസിൽ മിക്കവാറും പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഹേബിയസ് കോർപ്പസ് ആണ് ഫയൽ ചെയ്യുന്നത്. കോടതി എന്ത് ചെയ്യും? ടു പ്രസന്റ് ദ ബോഡി, അല്ലെ? ടു ഹാവ് ദ ബോഡി ഓഫ്, കുട്ടീനെ നീ കോടതിയിൽ കൊണ്ട് ഹാജരാക്കാൻ പറയുന്നു. കുട്ടിയും ഒളിച്ചോടിയ ചെക്കനും കൂടെ വരുന്നു. ഇവരടുത്ത് ചോദിക്കുന്നു, ഇവൻ്റെ കുട്ടിയുടെ സമ്മതത്തോടു കൂടെയാണോ അതോ അവൻ ബലം പിടിച്ച് കൊണ്ടുപോയതാണോ? ആണെന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാണ്, അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്നിച്ച് ജീവിക്കാനായിട്ട് അനുവദിക്കുന്നു. അപ്പം അത് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഹേബിയസ് കോർപ്പസ് കേസ്. മാൻഡമസ്, വി കമാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ടന്മാരെ പണിയെടുക്കൂ എന്ന് പറയുന്ന സംഭവം. പ്രൊഹിബിഷൻ, ടു ഫോർബിഡ്, നീ അത് ചെയ്യരുത് എന്ന് പറയുന്ന സംഭവം. ടെർഷ്യറി, ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ്, അതും ഈ പറഞ്ഞ പോലെ ഒരു അർദ്ധ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, ലോവർ കോർട്ട് അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ലോവർ കോർട്ടിൻ്റെ അടുത്ത് ലോവർ കോടതിയുടെ കീഴ്ക്കോടതിയുടെ മുൻപാകെ പെൻഡിങ്ങിലിരിക്കുന്ന കേസുകളെ തങ്ങൾക്ക് വിട്ടുതരാനോ അല്ലെങ്കിൽ അതിനെ സ്ക്വാഷ് ചെയ്യാനോ പറയുന്ന ഒരു സംഭവമാണ് എന്ത്? സെർഷ്യറി എന്ന് പറയുന്നത്. ക്വാ വാറന്റോ എന്ന് പറഞ്ഞാൽ ഓൺ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിന്റെ മുകളിലാണ് നിങ്ങൾ അവിടെ ചെന്ന് ഇരിക്കുന്നത്? ക്വാ വാറന്റോയ്ക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമുക്കൊരു കേസ് പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ ഈ ഡിസ്കഷനകത്ത് തന്നെ അതിനെപ്പറ്റി പറയും. നമുക്ക് ലാസ്റ്റ് ഈ സെഷൻ്റെ ഏറ്റവും അവസാനമാകുമ്പോൾ ഞാൻ ആ കേസിനെ പറ്റി പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. 1971 ഇന്ദിരാഗാന്ധി സർക്കാർ ഭൂരിപക്ഷം ഇല്ലാത്തതിൻ്റെ പുറത്ത് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നു? റിസൈൻ ചെയ്യുന്നു, ലോക്സഭയെ ഡിസോൾവ് ചെയ്യുന്നു. ലോക്സഭയെ ഡിസോൾവ് ചെയ്യാനായിട്ട് പുള്ളിക്കാരി എടുത്ത തീരുമാനം, പുള്ളിക്കാരിക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. ഭൂരിപക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയും മന്ത്രിസഭയും അല്ലെങ്കിൽ ലോക്സഭ പിരിച്ചുവിട്ടതിന് ശേഷം പുള്ളിക്കാരിയും മന്ത്രിസഭയും എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ക്വാ വാറന്റോ റിറ്റ് ഇഷ്യൂ ചെയ്തു സുപ്രീം കോടതിയിൽ. എന്ത് അധികാരത്തിന്റെ പുറത്താണ്? മന്ത്രിസഭയില്ല, മീൻസ് ലോക്സഭയില്ലാതെ, അതായത് ലെജിസ്ലേറ്റീവ് ബോഡി ഇല്ലാതെ എക്സിക്യൂട്ടീവ് മാത്രം എന്ത് അധികാരത്തിന്റെ പുറത്താണ് വർക്ക് ചെയ്യുന്നത്? അതാണ് ക്വാ വാറന്റോ. ഓൺ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിന്റെ പുറത്ത്? അതായത് ലോക്സഭ പിരിച്ചുവിട്ടു, മന്ത്രിസഭ പിരിച്ചുവിട്ടു, ലോക്സഭ പിരിച്ചുവിട്ടു, മന്ത്രിസഭയല്ല ലോക്സഭ പിരിച്ചുവിട്ടു. മന്ത്രിസഭയും മന്ത്രിമാരും എന്ത് അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ഓക്കെ, അതാണ് റെമഡി എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട കേസുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കേസാണ്. ഒന്നാമത്തെ കേസ് പറയുന്നത് ചെമ്പകം ദൊരൈരാജൻ കേസ് 1951. റിസർവേഷൻ ഇസ് ദ വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 15. ഓക്കെ, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസര സമത്വത്തിന് എഗെയിൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവസര സമത്വം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 എഗെയിൻസ്റ്റ് ആണെന്ന് ചെമ്പകം ദൊരൈരാജൻ കേസ് പറയുന്നു. ശങ്കരി പ്രസാദ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാന്ന് പറയുന്നു. ഗോലക്നാഥ് കേസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. കേശവാനന്ദ ഭാരതി കേസ് അമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അടിസ്ഥാന ഘടനാവാദം മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായണൻ ബേസിക് സ്ട്രക്ചറിനെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നു. 39ാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നു. മിനർവ മിൽ കേസ്, ജഡ്ജ്മെന്റ് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോട്ട് ദ പാർലമെന്റ് ഈസ് സുപ്രീം, ഭരണഘടനയാണ് സുപ്രീം ആയിട്ടുള്ളത് എന്ന് പറയുന്നു. IR കോയിലോ കേസ് 2007 എന്ത് ചെയ്യുന്നു? കോർട്ട് ഹെൽഡ് ദാറ്റ് എനി ലോ ഇൻസർട്ടഡ് ഇൻ ദ 9th ഷെഡ്യൂൾ, 9ാമത്തെ പട്ടിക നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഭേദഗതി വരുത്താൻ പ്രശ്നമില്ലാത്ത സ്ഥലമാണ്, പക്ഷെ അത് ജുഡീഷ്യൽ റിവ്യൂക്ക് വിധേയമാണ് എന്ന് IR കോയിലോ കേസിനകത്ത് പറയുന്നു. സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ലിസമ്മ ജോസഫ്, ഞാൻ നേരത്തെ പറഞ്ഞു PWBD കാറ്റഗറിക്കാർക്ക് എന്താണ്? റൈറ്റ് ടു റിസർവേഷൻ ഇൻ പ്രൊമോഷൻ. പ്രൊമോഷൻ്റെ സാധ്യതകളിൽ ഈ പറഞ്ഞ പോലെ റിസർവേഷൻ്റെ ആനുകൂല്യം കൈകാര്യം ചെയ്യാൻ അധികാരമുണ്ട് PWBDക്കാർക്ക് എന്ന് വിധിച്ച കേസാണ് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ലിസമ്മ ജോസഫ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഭാഗമാണ്. ചോദ്യം നോക്കാം. The directive principles are broadly classified into 3 broad categories. Which of the following is not a part of the classification? വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഏതാണ് ഉത്തരം? അതോറിറ്റേറിയൻ, അല്ലേ? സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, ലിബറൽ, ഇത് മൂന്നുമാണ് DPSPസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന പൊതുവെയുള്ള കാറ്റഗറീസ് എന്ന് പറയുന്നത്. അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റനാണ്. ഇനി ഇത് നല്ലൊരു ചോദ്യമാണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് DPSPs ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ DPSPs ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് വരുമ്പോൾ സോൾവ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെയാണ്. കറക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് അല്ലേ? അപ്പോൾ കറക്റ്റ് ആണോ എന്നുള്ളത് ആദ്യം ക്രോസ് ചെക്ക് ചെയ്യണം. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? നാല് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ദേ ആർ ഓഫ് നെഗറ്റീവ് നേച്ചർ. നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കും. ദേ ഹാവ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ഇതും ഒരു 50-50 ആണ്, പക്ഷെ ശരിയാവാനാണ് സാധ്യത അല്ലെ? മോറലാണ്, പൊളിറ്റിക്കൽ റെസ്ട്രിക്ഷൻസ് ആണ് വെക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിന് ശരിയാണെന്ന് അങ്ങ് പരിഗണിച്ചു. അപ്പോൾ ബി ശരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ ഈ ഓപ്ഷൻ ഇല്ല, ഈ ഓപ്ഷൻ ഇല്ല. എൻ്റെ മുന്നിൽ എ എൻ ബിയും ബി എൻ ഡിയും മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഡി നോക്കണം. ദേ ആർ ഓൾ പോസിറ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, ദേ ആർ ഓൾ പോസിറ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ അതും എനിക്കറിയില്ല. നെഗറ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പോസിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദേ പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ റിച്ച്. സി എന്ന് പറയുന്നത് പൊട്ട ഓപ്ഷനാണ്. അപ്പോൾ സി കട്ട് ചെയ്താലും നിങ്ങൾക്ക് ഇതേ ഓപ്ഷനിലേക്ക് എത്താനായിട്ട് പറ്റും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ഓഫ് പോസിറ്റീവ് നേച്ചർ ആൻഡ് ദേ ഹാവ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ റെസ്ട്രിക്ഷൻസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ 50-50യിലേക്കോ അല്ലെങ്കിൽ 3-1 അങ്ങനെയൊക്കെ എത്തിക്കാനായിട്ട് നോക്കുക. ഇനി how many directive principles were added or amended to the constitution by the 42nd Amendment Act 1976? ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗം ഭരണഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്നു. 42ാമത്തെ ഭേദഗതിയിലൂടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ പ്രിയാമ്പിൾ അമെന്റ് ചെയ്യപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നമുക്കറിയാം 42ാമത്തെ ഭേദഗതി എന്ന് പറഞ്ഞാൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ ആഡ് ചെയ്യപ്പെട്ട എത്ര ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 4 അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഈ പറയുന്ന DPSP എന്നുള്ളത്? 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കളർ കോഡ് ഇത് കൊടുത്തിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്, ഗാന്ധിയൻ ഏതാണ്, ലിബറൽ ഏതാണെന്നുള്ളതൊക്കെ ഇതിനകത്ത് നിന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അമെൻമെന്റുകൾ ഏതൊക്കെ അമെൻമെന്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളതെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കി പഠിച്ചു പോവുക. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 42, 42, 42, 42 4 ഭേദഗതികളാണ് 42-ലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. 44-ൽ 1, 97-ൽ 1, 86-ൽ 1 എന്ന് പറഞ്ഞാൽ 4 തവണ DPSP നിങ്ങളെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. 42ാമത്തെ ഭേദഗതിയിലൂടെ 4 തവണ, 44-ൽ 1 തവണ, 97-ൽ 1 തവണ, 86-ൽ 1 തവണ. ഇത്തരത്തിൽ 4 അമെൻമെന്റുകളാണ് പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ നോക്കുന്നത്? ഇത് സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്ന ഒന്നാണ്. ഇത് നോൺ ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ ആണ്. DPSPയിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലായില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോടതിയിൽ കേസിന് പോകാനൊന്നും പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ പറയാം. അതുപോലെ തന്നെ ഫ്രീ ലീഗൽ എയ്ഡിന്റെ കാര്യം അതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തൊക്കെ പിന്നീട് നമുക്കറിയാം അത് നിലവിൽ വന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് ആർട്ടിക്കിൾസ്, ഇപ്പോൾ ലിവിങ് വേജ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റും? ഇല്ല. അപ്പം ജസ്റ്റീഷ്യബിൾ അല്ല. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ് ആൻഡ് ലിബറൽ എന്ന് പറഞ്ഞ ആശയങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെൽഫെയർ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പോളിസി ഇൻഫർമേഷനിൽ അല്ലെങ്കിൽ പോളിസി ഫോർമേഷനിൽ, അതായത് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഓരോ സർക്കാരും അത് നാട് ഭരിക്കുമ്പോൾ ഒരു നയത്തിന്റെ പുറത്താണ് ഭരിക്കുന്നത്. ചിലപ്പോൾ അത് ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി ആയിരിക്കാം, സോഷ്യലിസ്റ്റ് ഐഡിയോളജി ആയിരിക്കാം, മിക്സ്ഡ് ആയിരിക്കാം. പല രീതിയിലുള്ള നയങ്ങൾ, ആശയങ്ങൾ പുറകെയാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റുകൾ പോകുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്നതിന് നിർദ്ദേശക തത്വങ്ങൾ സഹായിക്കുന്നു. നിർദ്ദേശക തത്വം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് പോളിസീസ് എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. ആൻഡ് ഇത് മൗലിക കടമകളെ എന്ത് ചെയ്യുന്നു? സപ്ലിമെന്റ് ചെയ്യുന്നു. ദേ ആർ പോസിറ്റീവ് ഇൻ നേച്ചർ. അത് പോസിറ്റീവ് നേച്ചർ ഉള്ളവയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മൗലിക കടമകൾ എന്ന് പറയുന്ന ഭാഗം. വിച്ച് കമ്മിറ്റി ഹാഡ് പ്രപ്പോസ്ഡ് ഫൈൻ ഓർ പണിഷ്മെന്റ് ഫോർ നോൺ കംപ്ലയൻസ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി അഥവാ മൗലിക കടമകൾ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ, ഈ കടമകൾ പാലിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിൽ ഫൈൻ ഈടാക്കണം അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. വർമ്മ കമ്മിറ്റി, ഇപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റി 1976 ആണ്, 1976-ൽ ഇന്ദിരാഗാന്ധി വെച്ച കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയാണ് നിർദ്ദേശക തത്വം, ഈ കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് അമെൻമെന്റ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ഈ കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഈ പ്രിയാമ്പിളിൽ അമെൻമെന്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞതും സ്വരൺ സിംഗ് കമ്മിറ്റി തന്നെയാണ്. വർമ്മ കമ്മിറ്റിയും
ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1999 ഈ പറഞ്ഞ വർമ്മ കമ്മിറ്റി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ 76 വന്നു. ഏകദേശം ഒരു 23 കൊല്ലം കഴിഞ്ഞപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഭാഗം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന്റെ കാരണം എന്താണ്, എന്തൊക്കെയാണ് അത് മാറ്റുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി. അതുകൊണ്ട് ഒരു ആഡ് ഓൺ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി? മൗലിക കടമയിൽ പെടാത്തത് എന്താണ്? വോട്ടിംഗ്. പബ്ലിക് ഇലക്ഷനിൽ വോട്ട് ചെയ്യണം എന്നുള്ളത് ഭരണഘടനയിൽ കടമയായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കടമയായിട്ട് ആഡ് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇതിലാകെ 10 ഇനീഷ്യലി 42ാമത്തെ ഭേദഗതിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 86ാമത്തെ ഭേദഗതിയിലൂടെയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ആഡ് ചെയ്ത പോലെ തന്നെ എവിടെ ആഡ് ചെയ്തു? 51A കെ എന്ന് പറയുന്ന ആർട്ടിക്കിളായിട്ട് സബ്സെക്ഷനായിട്ട് കൊടുത്തു. ഞാൻ അതിന് കോഡ് ഇട്ട് ഓൾറെഡി ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി റീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, അത് രണ്ടും നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഞാനതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയുന്നില്ല. ഓക്കെ, ഓൾറെഡി റിവിഷൻ സീരീസിൻ്റെ ക്ലാസ് നോക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കാണാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ദൈർഘ്യമുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി അറിയേണ്ടതെല്ലാം അത് മാത്രം കണ്ടാലും മതി. 4 മിനിറ്റേ ഉള്ളൂ. ആ 4 മിനിറ്റ് കണ്ടാൽ നിങ്ങൾക്ക് ഡ്യൂട്ടി മൊത്തം പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതും ഒന്ന് കണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഷുവർ ഷോർട്ട് സീരീസിൻ്റെ 50 ചോദ്യങ്ങളിൽ 25 ചോദ്യങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനോടകം നമ്മൾ ഭാഗം 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടി വരെയുള്ള ഭാഗത്തിൽ ഒന്ന് പൊടി തട്ടിയെടുത്തു പെട്ടെന്ന് തന്നെ, അല്ലെ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളോട് നമ്മൾ കണ്ണോടിച്ച് നോക്കി ഒന്ന് പൊടി തട്ടിയെടുത്തു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭാഗം 5. അതിനകത്ത് നമുക്കറിയാം യൂണിയൻ ഗവൺമെന്റ് ആണ് ഭാഗം 5 എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ് പഠിക്കാനുണ്ട്, യൂണിയൻ ലെജിസ്ലേച്ചർ പഠിക്കാനുണ്ട്, യൂണിയൻ ജുഡീഷ്യറി പഠിക്കാനുണ്ട്. അതിൽ ഏതെങ്കിലും പോർഷൻസ് സംശയമുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ പോയി കാണുക. നിങ്ങൾ പഠിച്ചിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ പോയി കാണുക. ഓക്കെ, ഇവിടെ നമ്മൾ എക്സാമിൻ്റെ ഈ ഒരു സമയത്ത് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് എല്ലാം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചുരുങ്ങിയ ക്വസ്റ്റ്യൻസിലേക്ക് മാക്സിമം കണ്ടന്റോടുകൂടെയാണ് നമ്മൾ റിവിഷൻ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു 50 ക്വസ്റ്റ്യൻ കൊണ്ട്, മോസ്റ്റ് എക്സ്പെക്റ്റഡ് 50 ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിന്റെ ആർട്ടിക്കിൾസ് സ്ഥിരമായിട്ട് RRBയും SSCയും കേരള PSC അടക്കമുള്ള എക്സാംസിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ആർട്ടിക്കിൾ 61 എന്ത് കിടക്കുന്നത്? നമ്മുടെ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന ഇംപീച്ച്മെന്റ് പ്രോസസ്സിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 61. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഗിവൺ ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മെൻഷൻസ് ദ ഫോളോയിങ്? താഴെ ഒരു പ്രസ്താവന, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏത് ആർട്ടിക്കിൾസിനകത്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്ന കോട്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. വിത്ത് ദ പ്രൈം മിനിസ്റ്റർ അറ്റ് ദ ഹെഡ്, തലപ്പത്ത് പ്രധാനമന്ത്രി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ്, രാഷ്ട്രപതിയെ എയ്ഡ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് നിലകൊള്ളേണ്ടത്. ഹു ഷാൽ ഇൻ എക്സസൈസ് ഓഫ് ഹിസ് ഫംഗ്ഷൻസ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് സച്ച് അഡ്വൈസ്. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രപതി എന്ത് ചെയ്യണം? ഹു ഷാൽ advise the president who shall in exercise of his functions act in accordance with such advice. ഈ പറയുന്ന പ്രധാനമന്ത്രിയും മന്ത്രിസഭയിലെ മറ്റംഗങ്ങളും നൽകുന്ന ആ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി പ്രവർത്തിക്കണമെന്ന് പറയുന്ന അനുച്ഛേദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 74 സബ്സെക്ഷൻ 1. ഓപ്ഷൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടാൻ സാധ്യതയുണ്ട്. 74 സബ്സെക്ഷൻ 2 ആണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് ആവശ്യമുള്ള, പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് മുന്നേ പല എക്സാംസിനും റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾ ഈ ആർട്ടിക്കിൾ പഠിക്കണമെന്നാണ് RRB ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റിപ്പീറ്റ് വാല്യൂ ഉള്ള, അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിനെ പരിഗണിക്കാതെ പുതിയ ക്വസ്റ്റ്യൻസ്, അതായത് ഒരു വട്ടം ഏതെങ്കിലും ഒരു എക്സാമിന് വന്നു എന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ പുറകെ പോകുന്നത് മണ്ടത്തരമാണ്. ഒരു വട്ടമെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിനെ കൂടുതൽ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ഓക്കെ, അതായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി who is elected by an electoral college consisting of members of both the houses of parliament, രാജ്യസഭ and ലോക്സഭ. രാജ്യസഭയിലെ അംഗങ്ങളും ലോകസഭയിലെ അംഗങ്ങളും കൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആരെയാണ്? ഗവർണർ അല്ല, രാഷ്ട്രപതി അല്ല, ചീഫ് ജസ്റ്റിസ് അല്ല. ഗവർണറോ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ, അത്രയും സംശയം വരാൻ സാധ്യതയുള്ളൂ. വൈസ് പ്രസിഡന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനകത്ത് MLA-മാർക്ക് കൂടെ റോളുണ്ട്. ഇവിടെ പാർലമെന്റിലെ 2 അംഗങ്ങൾ കൂടെയാണ്, അല്ലെങ്കിൽ പാർലമെന്റിലെ അംഗങ്ങൾ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുക്കുന്നത്. അത് ആരെയാണ്? ഉപരാഷ്ട്രപതിനെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ,
യൂണിയൻ എക്സിക്യൂട്ടീവിനെ നമ്മൾ കണ്ടു. യൂണിയൻ എക്സിക്യൂട്ടീവിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. ഇത് രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. ഇതിലെ എല്ലാ ആർട്ടിക്കിൾസും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. എല്ലാം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 52 ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണമെന്ന് പറയുന്നു. 53 ഈ രാഷ്ട്രപതിയാണ് സുപ്രീം കമാൻഡർ എന്ന് പറയുന്നു. 54 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് പറയുന്നു. 55 അതിൻ്റെ മാനർ ഓഫ് എലക്ഷൻ പറയുന്നു. 56 അതിൻ്റെ ടേം ആൻഡ് ടെന്യൂർ പറയുന്നു. 57 എലിജിബിൾ ഫോർ റീ എലക്ഷൻ ആണെന്ന് പറയുന്നു. 58 യോഗ്യതകൾ. 59 കണ്ടീഷൻസ്. 60 ഓത്ത്. 61 ഇംപീച്ച്മെന്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ടേം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 54 നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 53 നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 62 പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ടേം ആൻഡ് വാക്കൻസി. 62 ശേഷം ലെജിസ്ലേറ്റീവ് അധികാരങ്ങളാണ്. ഇന്ത്യൻ രാഷ്ട്രപതി പാർലമെന്റിന്റെ ഭാഗമാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 79. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പാർലമെന്റിലെ സഭകളെ സമ്മേളിക്കുന്നത്, സമൺ ചെയ്യുന്നത്, പ്രൊറോഗ് ചെയ്യുന്നതെന്ന് പറയുന്നത് 85. 86 രാഷ്ട്രപതി ഇരു സഭകളെയും അഡ്രസ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു. 111 രാഷ്ട്രപതിയാണ് ബില്ലുകൾക്ക് അസെൻഷൻ കൊടുക്കുന്നത്, അല്ലെ, അംഗീകാരം കൊടുക്കുന്നത്. രാഷ്ട്രപതി ഒപ്പുവെച്ചാലാണ് ലെജിസ്ലേച്ചർ ഇരു സഭകളും കൂടെ ചേർന്ന് പാസ്സാക്കിയ ബില്ല് നിയമമാവുള്ളൂ, അല്ലെ. 123 ഓർഡിനൻസ് മേക്കിംഗ് പവറിനെ പറ്റി പറയുന്നു. 72 രാഷ്ട്രപതിയുടെ പാർഡനിങ് പവറിനെ പറ്റി, അല്ലെ. രാഷ്ട്രപതിയുടെ മുൻപാകെ നമ്മൾ ദയാഹർജി കൊടുക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ രാഷ്ട്രപതിയുടെ ദയാഹർജി അല്ലെങ്കിൽ അതിനുള്ള അധികാരത്തെ പറ്റി ഭരണഘടനയ്ക്കകത്ത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 72. കൃത്യമായിട്ട് ഈ ആർട്ടിക്കിൾസ് എല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് ഈ കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് പേജിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. 52 പഠിക്കണം, 53 പഠിക്കണം, 56 പഠിക്കണം, 54, 56, പിന്നെ 58, 61 ഇത്രയും ആർട്ടിക്കിൾസ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ഇതിനകത്ത് കൂടുതലുള്ള എല്ലാ ആർട്ടിക്കിൾസും പഠിക്കണം. ഇതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഇനി 352, 356, 360 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എമർജൻസി റിലേറ്റഡ് ആർട്ടിക്കിൾസ് ആണ്. 143 ഞാൻ പറയുന്നത് 143 നമ്മളെ ലവ്, അല്ലേ. അപ്പോൾ ആ 143 പറയുന്നത് ആരൊക്കെ തമ്മിലുള്ളതാണ്? രാഷ്ട്രപതിയും സുപ്രീം കോടതിയും തമ്മിൽ. പ്രസിഡന്റ് ഹാവ് ദ പവർ ടു സീക്ക് ദ അഡ്വൈസ് സുപ്രീം കോർട്ട് ഫ്രം ദ സുപ്രീം കോർട്ട് ഓൺ നിയമോപദേശം തേടാം, ലീഗൽ മാറ്റേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ്, ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ ഉപദേശം ആരായാം. ആൻഡ് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ്, പൊതു താല്പര്യത്തെ സംബന്ധിച്ച കാര്യങ്ങളിലും സുപ്രീം കോടതിയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാം? അഭിപ്രായം ആരായാം. ആർക്ക്? രാഷ്ട്രപതിക്ക്. അത് ആണ് 143 പറയുന്നത്. ഇനി ഉപരാഷ്ട്രപതിയെ പറ്റി പറയുമ്പോൾ എന്താണ്? ഹി ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. ഉപരാഷ്ട്രപതി പ്രസിഡന്റ് തൊട്ട് താഴെയിരിക്കുന്ന പദവിയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മാതൃകയിലാണ് ഉപരാഷ്ട്രപതിയെ ഇവിടെ നമ്മൾ ആ പോസ്റ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രപതിയായിട്ട് വർത്തിക്കുക എന്നുള്ളതാണ് ഉപരാഷ്ട്രപതിയുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്. മറ്റൊരു പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്? ഹി ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. ആരെയാണോ ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹം രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് മാറുന്നു. തിരിച്ച് രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണോ അദ്ദേഹം ഉപരാഷ്ട്രപതിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. വൈസ് പ്രസിഡന്റ്, പക്ഷെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പറയുന്നതാണ് ഏറ്റവും പൊളിറ്റിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ അതാണ് കറക്റ്റ്. അതായത് ആരാണോ ഉപരാഷ്ട്രപതി അത് ആരായിരിക്കും? സെർവ്സ് ആസ് ദ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ, എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് മാറുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസ് നോക്കുമ്പോൾ ആർട്ടിക്കിൾ 63 ഞാൻ ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 63, 64, 65, 66, 67 തുടങ്ങിയ ആർട്ടിക്കിൾസ്. 67 5 വർഷമാണ് കാലാവധി പറയുന്നു. 66 ഇരു സഭകൾ കൂടി തെരഞ്ഞെടുത്തു എന്ന് പറയുന്നു. 65 രാഷ്ട്രപതിയായിട്ട് എങ്ങനെ ആക്ട് ചെയ്യാമെന്ന് പറയുന്നു. 64 ഹീസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നു. 63 there shall be a vice president of India എന്ന് പറയുന്നു. 63 ഇത്തവണത്തെ NTPC കൂടെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കും. അപ്പോൾ ഇതാണ് എക്സിക്യൂട്ടീവിന്റെ സംഭവം. ഇനി പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രധാനമന്ത്രിയും മന്ത്രിസഭ എന്ന് പറയുന്ന സംഭവം. 74(1) എന്ത് പറയുന്നു? പ്രൈം മിനിസ്റ്റർ ആണ് ഈ പറയുന്ന മന്ത്രിസഭയുടെ തലപ്പത്തിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ അറ്റ് ദ ഹെഡ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ്. നമ്മൾ നേരത്തെ കണ്ട ആർട്ടിക്കിളാണ് 74(1). 75(1) പറയുന്നത് പ്രൈം മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് എന്നാണ്. 75 സബ്സെക്ഷൻ 1A പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് 15% കൂടാൻ പാടില്ല. ഇന്ത്യൻ്റെ ഹൗസ് ഓഫ് പീപ്പിളിന്റെ, രാജ്യസഭയല്ല, പാർലമെന്റ് അല്ല, നേരെ മറിച്ച് ലോകസഭ. ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടുതൽ അംഗങ്ങൾ എവിടെ പാടില്ല? മന്ത്രിസഭയിൽ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 75(1)A. 75(2) പറയുന്നു ഈ പറയുന്ന മന്ത്രിമാരെല്ലാം തന്നെ രാഷ്ട്രപതിയുടെ പ്രീതിക്ക് പാത്രമായിട്ടാണ് നിലകൊള്ളുന്നത്. പ്ലഷർ ഓഫ് പ്രസിഡന്റ്. 75(3) പറയുന്നു, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 75(3), കളക്റ്റീവ് റെസ്പോൺസിബിൾ ടു ദ ഹൗസ് ഓഫ് പീപ്പിൾ. മന്ത്രിസഭ എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു
ഭാഗമാണ്. ഈ മന്ത്രിസഭയ്ക്ക് ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട്. എന്തിനോട്? ലോകസഭയോട്, നോട്ട് ടു ദ പാർലമെന്റ്. പാർലമെന്റിനോടല്ല മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ഹൗസ് ഓഫ് പീപ്പിൾ. ഇനി 75(5) എന്ന് പറയുന്ന ആർട്ടിക്കിൾ, മിനിസ്റ്റർ who for a period of 6 consecutive months is not a member of either house of the parliament shall at the expiration of that period cease to be a minister. അപ്പോൾ ഇത് തിരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇരുസഭകളിലെ അംഗങ്ങളല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് 6 മാസത്തോളം കേന്ദ്രമന്ത്രിയായിട്ട് ഇരിക്കാം. 6 മാസം കഴിയുമ്പോൾ രാജ്യസഭയിലേക്കോ ലോക്സഭയിലേക്കോ തെരഞ്ഞെടുപ്പ് നേരിട്ട് ഇരുസഭകളിലെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിട്ട് മാറിയേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്രിസ്ഥാനത്ത് പുറത്താക്കും. പക്ഷെ 6 മാസ കാലയളവ് നിങ്ങൾക്ക് ഇരുസഭകളിലെയും അംഗമല്ലെങ്കിൽ കൂടെ മന്ത്രിയായിട്ട് ഇരിക്കാം. ഒരു നാൾ മുതലോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റും. 78A എന്ന് പറയുന്നത്, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ പ്രസിഡന്റ് അറ്റ് ഓൾ ഡെസിഷൻസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളും രാഷ്ട്രപതിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? പ്രൈം മിനിസ്റ്ററുടെ, പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നുണ്ട്. ഇതിന് പുറമേ ഉള്ള അറ്റേർണി ജനറലാണ് നമ്മുടെ 5ാമത്തെ യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന യൂണിയൻ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഒരു മണി ബില്ല് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ലോകസഭയിലാണ് മണി ബില്ല് പ്രധാനമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ലോകസഭയിൽ മാത്രമാണ് മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി സ്പീക്കർ ഓഫ് ദ ലോക്സഭ, ലോകസഭ സ്പീക്കറെ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാം. എങ്ങനെ? റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ലോക്സഭ. ലോകസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. രാഷ്ട്രപതി അല്ല സ്പീക്കറെ നീക്കം ചെയ്യുന്നത്, പ്രധാനമന്ത്രി അല്ല സ്പീക്കറെ നീക്കം ചെയ്യുന്നത്. ഇരുസഭകളും റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട കാര്യമില്ല. കാരണം ആ സഭയുടെ അധ്യക്ഷനായതുകൊണ്ട് തന്നെ സഭ എന്ത് ചെയ്താൽ മതി? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയെടുത്താൽ ലോകസഭ സ്പീക്കറെ നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഹു പ്രിസൈഡ്സ് ഓവർ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് എ ന്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ലോക്സഭ. ഇത് നമ്മൾ ക്ലാസിന്റെ ആദ്യം സച്ചിദാനന്ദ സിൻഹയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു സഭ സമ്മേളിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ സഭ അധ്യക്ഷൻ അല്ലെങ്കിൽ സഭയുടെ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോടൈം സ്പീക്കറാണ്. പ്രോടൈം സ്പീക്കറാണ് പിന്നീട് പുതിയ സ്പീക്കർമാരുടെ തെരഞ്ഞെടുപ്പിനകത്ത് പങ്കെടുക്കുന്നതും അതിനെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അതിന് ഈ പറഞ്ഞ പോലെ മേൽനോട്ടം വഹിക്കുന്നത്. ഓക്കെ. ഇനി വിത്ത് റെഫറൻസ് ടു ദി രാജ്യസഭ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ശരിയായ സെന്റൻസ് ഏതെന്നുള്ളതാണ്. രാജ്യസഭ ഇസ് നെവർ ഡിസോൾവ്. അല്ലെ, രാജ്യസഭ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ബോഡിയാണ്. ലോക്സഭ 5 വർഷം കൂടുമ്പോൾ ഡിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ രാജ്യസഭ ഡിസോൾവ് ചെയ്യുന്നില്ല. രാജ്യസഭ ലോവർ ഹൗസ് ആണോ? അല്ല, അപ്പർ ഹൗസ് ആണ്. ഡയറക്റ്റ് ഇലക്ഷൻ ആണോ? അല്ല, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണോ? 6 വർഷമല്ല. അല്ലേ? അപ്പോൾ അതാണ് അതിന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്ന് നോക്കി പോവുക. രാജ്യസഭയുടെയും ലോക്സഭയുടെയും കോമ്പോസിഷൻ. രാജ്യസഭയുടെ അംഗങ്ങൾ എത്രയായിരിക്കണം, ലോക്സഭയുടെ അംഗങ്ങൾ എത്രയായിരിക്കണം, അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിൾസ് 80ഉം 81 കൃത്യമായിട്ട് പഠിച്ചു പോവുക. ടേംസ്, രാജ്യസഭ എം പിയുടെയും ലോക്സഭ എം പിയുടെയും കാലാവധിയെ പറ്റി പറയുന്നത് 83 യോഗ്യതയെ പറ്റി പറയുന്നത് 84 തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ അംഗങ്ങളെ നമുക്കറിയാം ഡയറക്റ്റ് ഇലക്ഷൻ അല്ല ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. എങ്ങനെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് ആർട്ടിക്കിൾ 80 ലോകസഭാ അംഗങ്ങളെ എങ്ങനെ തെരഞ്ഞെടുക്കും എന്നുള്ളത് ആർട്ടിക്കിൾ 81 കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും സെയിമിലർ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. രാജ്യസഭയുടെ ഘടന, രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പ് 81, ലോക്സഭയുടെ ഘടന, ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ 81. സത്യപ്രതിജ്ഞ, രാജ്യസഭ എം പിമാരുടെയും ലോക്സഭ എം പിമാരുടെയും സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നത് 99. ഡിസ്ക്വാളിഫിക്കേഷൻ, അയോഗ്യതയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 102. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത്തവണത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് പോലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മെയിൻസ് എക്സാമിന് പൊളിറ്റി ഭാഗത്ത് നിന്ന് ചോദിച്ചാണ്. പാർലമെന്ററി പ്രിവിലേജ്, എം പിമാരുടെ പ്രിവിലേജുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾ 105 പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ലെവലിലുള്ള ആർട്ടിക്കിൾസിലേക്കൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങി. PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ ചോദിക്കുന്നുണ്ട്. പഠിച്ചു പോവുക. ഇനി പവേഴ്സ്, രാജ്യസഭയുടെ അധികാരങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് സംസ്ഥാന ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കുക എന്നുള്ളത്. ആർട്ടിക്കിൾ 249. 312 ഓൾ ഇന്ത്യ സർവീസുകളുടെ ക്രിയേഷനെ പറ്റി പറയുന്നു. അപ്പോൾ അത് ആർട്ടിക്കിൾ 312 ആർട്ടിക്കിൾ 67 ഉപരാഷ്ട്രപതിയെ റിമൂവ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 67 റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്നു. അപ്പോൾ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനകത്ത് രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട്. കാരണം ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭയാണ്. അപ്പോൾ അതുണ്ട്. ക്രിയേഷൻ ഓഫ് ഓൾ ഇന്ത്യ സർവീസസ് ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് ആർക്ക് അധികാരമുണ്ട്? രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട്. ആർട്ടിക്കിൾ 249 സ്റ്റേറ്റ് ലിസ്റ്റിലെ നിയമങ്ങൾ പാസ്സാക്കുന്നതിനും രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട്. ലോക്സഭയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 75 സബ്സെക്ഷൻ 3 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ആർട്ടിക്കിൾ 108 ലോക്സഭാ സ്പീക്കർ ജോയിന്റ് സിറ്റിങ്ങിനെ പ്രിസൈഡ് ചെയ്യുന്നു. അതായത് നമ്മളൊരു ബില്ല്, ഒരു ഓർഡിനറി ബില്ല് പാസ്സാക്കുന്ന സമയത്ത് രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സായി വരുന്നില്ല, ഡെഡ് ലോക്ക് വന്നുണ്ടെങ്കിൽ
ഇരു സഭകളെയും കൂടെ ഒന്നിച്ച് സമ്മേളിപ്പിച്ച് ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, പ്രിസൈഡ് ചെയ്യുന്നു, ഒരുമിച്ച് സെഷൻ നടത്തുന്നു. അതിനെ ജോയിന്റ് സിറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ജോയിന്റ് സിറ്റിങ്ങിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 108 അത്തരത്തിൽ ജോയിന്റ് സിറ്റിംഗ് നടത്തുന്ന സമയത്ത് ലോകസഭയുടെ അധ്യക്ഷനാണ് എന്ത് ചെയ്യുന്നത്, ജോയിന്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്. അത് ലോകസഭ ഹൗസ് ഓഫ് പീപ്പിളിന്റെ പ്രത്യേക അധികാരമാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ പവറാണ്. ആർട്ടിക്കിൾ 110 മണി ബില്ല് നമ്മൾ നേരത്തെ പറഞ്ഞു. മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എവിടെ മാത്രമാണ്, ലോക്സഭയിൽ മാത്രം. 112 ബഡ്ജറ്റ് ഡിസ്കഷൻ. ബഡ്ജറ്റ് ഡിസ്കഷനകത്ത് പ്രധാനമായിട്ടും ലോക്സഭയിൽ മാത്രമാണ് ബഡ്ജറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് അവിടെ യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല. ഇത്തരം കാര്യങ്ങളാണ് രാജ്യസഭയും ലോക്സഭയും തമ്മിലുള്ള കമ്പാരിസണിൽ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ. ഓക്കെ, ഇനി രാജ്യസഭയുടെ കോമ്പോസിഷൻ, ലോക്സഭയുടെ കോമ്പോസിഷൻ ഒന്ന് നോക്കി പോവുക. മാക്സിമം സ്ട്രെങ്ത് രാജ്യസഭയ്ക്ക് 250 അംഗങ്ങളാണ്. അതിൽ 238 പേര് സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് 12 പേരും 238 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും 12 പേര് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതാണ്, രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതാണ്. നിലവിലെ സ്ട്രെങ്ത് 245 ആണ്. 233 പേരാണ് സംസ്ഥാനത്തിൽ നിന്നും യൂട്ടിയിൽ നിന്നുമായിട്ടുള്ളത്. 12 പേര് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. ക്വാറം 10-1 ആളുകളാണ് ക്വാറം. അപ്പോൾ 250-ലെ 10-1 എന്ന് പറഞ്ഞാൽ 25. ക്വാറത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 80. കോമ്പോസിഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 80 ആണ്. ലോക്സഭയുടെ കോമ്പോസിഷനെ പറ്റി പറയുന്ന 81 ആണ്. 550 ആണ് മാക്സിമം സ്ട്രെങ്ത്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 55 പേരാണ് എന്താണ് ക്വാറം വരുന്നത്. 550-ൽ 530 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും 20 പേര് യൂട്ടിയിൽ നിന്നുമാണ് വേണ്ടത്. 543 ആണ് പ്രസന്റ് സ്ട്രെങ്ത്, നിലവിലെ ലോക്സഭയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ. അതിൽ 524 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും 19 പേര് യൂട്ടിയിൽ നിന്നാണ്. ഈ നമ്പറൊക്കെ ചോദിക്കും, ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്, പഠിക്കാൻ പറയുന്നത്. രാജ്യസഭാ സീറ്റുകളുടെ കാര്യത്തിനെ പറ്റിയിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിൽ 4 രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത്. ഡൽഹിക്ക് 3, പോണ്ടിച്ചേരിക്ക് 1. എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും എക്സെപ്റ്റ് ആസാമിന് 7 രാജ്യസഭാ സീറ്റ് ഉണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും 1 രാജ്യസഭാ സീറ്റ് വീതമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ അതൊരു പോയിന്റാണ്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് അത് ടേബിൾ ആക്കി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി പവേഴ്സ്, പ്രത്യേക അധികാരങ്ങൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്നുകൂടെ എടുത്തു പറയണമെന്ന് മാത്രം. ഒരു സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട നിയമം പാസ്സാക്കാനായിട്ട് രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട്. ഓൾ ഇന്ത്യ സർവീസിന് പ്രത്യേക അധികാരമുണ്ട്. വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിന് പ്രത്യേക അധികാരമുണ്ട്. മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പീക്കറാണ് എന്ത് ചെയ്യുന്നത്, ജോയിന്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്. നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നത് ലോക്സഭയിലാണ്. ബഡ്ജറ്റ് ഡിസ്കഷൻ വരുന്നത് ലോക്സഭയിലാണ്. അടിയന്തരാവസ്ഥ സമയത്ത് ഈ പറഞ്ഞ പോലെ റെസൊല്യൂഷൻ ഫോർ ഡിസ്കണ്ടിന്യൂയിങ് നടക്കണമെന്നുണ്ടെങ്കിൽ, അടിയന്തരാവസ്ഥ ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്സഭയിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാലേ നടക്കുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ് കഴിഞ്ഞു, യൂണിയൻ ലെജിസ്ലേച്ചർ കഴിഞ്ഞു, യൂണിയൻ ജുഡീഷ്യറി. ഒരു അസേഷൻ റീസൺ തന്നിട്ടുണ്ട്. ഇൻ ഇന്ത്യ, ജുഡീഷ്യറി ഇൻ ഇന്ത്യ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. ആൻസർ എ. സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണ്. അപ്പോൾ എ തെറ്റാണെന്ന് പറയുന്ന രണ്ടും നമുക്ക് ഒഴിവാക്കാം, അല്ലേ? എ തെറ്റാണെന്ന് പറയുന്ന രണ്ടും നമുക്ക് ഒഴിവാക്കാം. ജുഡീഷ്യറി സപ്പോർട്ട്സ് ദ ഗവൺമെന്റ് ആൻഡ് ഹെൽപ്സ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇറ്റ്സ് പ്ലാൻ. ജുഡീഷ്യറി എവിടെയാണ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാവുന്നത്? ജുഡീഷ്യറി, അതായത് 1, 2 തമ്മിൽ പരസ്പരം തെറ്റാണ്. അപ്പോൾ എ ശരിയും 6 റോങ്ങും ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായേ പറ്റൂ, അല്ലേ? അല്ലെങ്കിൽ ജുഡീഷ്യറി എക്സിക്യൂട്ടീവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ജുഡീഷ്യറി എക്സിക്യൂട്ടീവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയണം. എയും 6ഉം കൂടെ ഒരുമിച്ച് ശരിയാവില്ല. അപ്പോൾ എ ഇസ് ട്രൂ, 6 ഇസ് റോങ്. അടുത്ത്, ഹു ഇസ് ദ ഗ്യാരണ്ടിയർ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ? ഇന്ത്യൻ പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതി തന്നെയാണ്. ഇനി ആർട്ടിക്കിൾ ഇൻ ദ പാർട്ട് 5 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡാഷ് ഡിസ്ക്രൈബ്സ് ദ ഇൻഡിപെൻഡൻസ് പവർ ഓഫ് ജുറിസ്ഡിക്ഷൻ ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ സുപ്രീം കോർട്ട്. അപ്പോൾ പാർട്ട് 5 ആർട്ടിക്കിൾസ് എത്രയാണ്? 124 തൊട്ട് 147 വരെയാണ്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറഞ്ഞതാണ്. ഭാഗം 5, 3 അവയവങ്ങൾ, അല്ലെ? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ആർട്ടിക്കിൾ 52 മുതൽ 78 വരെ എക്സിക്യൂട്ടീവിൽ വരുന്നു. 79 മുതൽ 123 വരെ ലെജിസ്ലേച്ചറിൽ വരുന്നു. 123 മുതൽ 147 വരെ എക്സിക്യൂട്ടീവിൽ വരുന്നു. അതിൻ്റെ ആൻസർ വരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ആ സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചാലുള്ള ഗുണം. ഈ രീതിയിൽ അടക്കം ചിട്ടയിലും പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജുഡീഷ്യറി എന്നുള്ള ചോദ്യങ്ങൾ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കാം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ എ പ്രൊവിഷൻ ഓഫ് സുപ്രീം കോർട്ട് അണ്ടർ പാർട്ട് 5 ദ യൂണിയൻ ആൻഡ് ചാപ്റ്റർ 6. 6ാമത്തെ ചാപ്റ്ററിനകത്താണ് കൊടുത്തിരിക്കുന്നത്. 124 മുതൽ 147 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് അതിനകത്തുള്ളത്.
പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. 124 എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോടതി ഇതിനെ പറ്റി പറയുന്നു. 125 സാലറി, 126 അപ്പോയിന്റ്മെന്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്, 127 അഡ്ഹോക് ജഡ്ജ്, 128 അറ്റൻഡൻസ് ഓഫ് റിട്ടയർഡ് ജഡ്ജസ് അറ്റ് ദ സിറ്റിംഗ്സ് ഓഫ് ദ സുപ്രീം കോർട്ട്, 129 സുപ്രീം കോർട്ട് ടു ബി എ കോർട്ട് ഓഫ് റെക്കോർഡ്. അപ്പോൾ ഇതിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ആർട്ടിക്കിൾസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 124 പഠിക്കുക, 129 പഠിക്കുക, ബാക്കിയൊന്നും ഓർമ്മയിൽ നിൽക്കാൻ സാധ്യതയില്ല, അത്ര കണ്ട് ചോദിച്ചിട്ടുമില്ല. 124 എന്തായാലും പഠിച്ചിരിക്കണം, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 129 എന്തായാലും പഠിച്ചിരിക്കണം, സുപ്രീം കോർട്ട് ടു ബി എ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ജൂറിസ്ഡിക്ഷനെ പറ്റി നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മൾ നോക്കുമ്പോൾ 131 ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. 132 അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. അതിൽ തന്നെ എന്താണ് ഹൈക്കോർട്ട്സ് ഇൻ സർട്ടൻ കേസസ്, ഇത് സിവിൽ മാറ്റർ ആണ്, ഇത് ക്രിമിനൽ മാറ്റർ ആണ്, ഇതല്ലാത്ത മാറ്റേഴ്സ് ആണ്. അപ്പോൾ 132 മുതൽ 134 വരെയുള്ള ആർട്ടിക്കിൾസ് എല്ലാം തന്നെ പറയുന്നത് അപ്പീൽ മുഖാന്തരം സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. 135 പറയുന്നത് ജുറിസ്ഡിക്ഷൻ ആൻഡ് പവേഴ്സ് ഓഫ് ദ ഫെഡറൽ കോർട്ട് അണ്ടർ എക്സിസ്റ്റിംഗ് ലോ ടു ബി എക്സസൈസബിൾ ബൈ ദ സുപ്രീം കോർട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 131 നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോടതി എന്നാണ്. ഇപ്പോൾ ഒരു ഫെഡറൽ കേസ് വരാണ്, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഒരു തർക്കം വരികയാണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇരു സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു തർക്കം വരികയാണ്, ഇപ്പോൾ കേരളവും തമിഴ്നാട് നമ്മൾ മുല്ലപ്പെരിയാർ ഇഷ്യൂ വരുന്ന സമയത്ത് കേരള ഹൈക്കോടതിക്കോ മദ്രാസ് ഹൈക്കോടതിക്കോ അതിനകത്ത് എന്ത് പറയാൻ പറ്റില്ല, ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുന്നു, അതാണ് സുപ്രീം കോടതിയിലേക്ക് നേരിട്ട് പോകുന്നുണ്ടാവും. അതാണ് 131 പറയുന്നത്, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ, അവിടെയേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, പവേഴ്സ്. അപ്പോൾ പവേഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത് 136 സ്പെഷ്യൽ ലീവിനെ പറ്റി പറയുന്നു. 136 സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ ബൈ ദി സുപ്രീം കോടതി. ഇനി 138 എൻലാർജ്മെന്റ് ഓഫ് ദി ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോടതിനെ പറ്റി പറയുന്നു. 139 കൺഫേർമെന്റ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് പവേഴ്സ് ടു ഇഷ്യൂ സർട്ടൻ റിട്സിനെ പറ്റി പറയുന്നു. 140 ആൻസിലറി പവേഴ്സിനെ പറ്റി പറയുന്നു. ആൻസിലറി പവേഴ്സ് ചോദിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഒരു വട്ടം. 141 സുപ്രീം കോടതി പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം എല്ലാ കോടതികളുടെ മുകളിലും ബൈൻഡിങ് ആണ് എന്ന് പറയുന്നതാണ് 141. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 143 നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ, ലവ് ബിറ്റ്വീൻ സുപ്രീം കോർട്ട് ആൻഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. 144 സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസ് ടു ആക്ട് ഇൻ എയ്ഡ് ഓഫ് ദ സുപ്രീം കോടതിനെ പറ്റി പറയുന്നു. 144 ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ സ്റ്റാർട്ട് വെച്ചിട്ടുള്ളതാണ്. 136 സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. 140 ആൻസിലറി പവേഴ്സ് ചോദിച്ചിട്ടുണ്ട്. 141 സുപ്രീം കോടതിയുടെ ഒരു തീർപ്പ് അല്ലെങ്കിൽ ഒരു വിധി പകർപ്പ് എല്ലാ കോടതികളിലും ബൈൻഡിങ് ആണെന്ന് പറയുന്നതാണ് 141 ഇമ്പോർട്ടൻ്റ് ആണ്. 143 പവർ ഓഫ് ദ പ്രസിഡന്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട്, സുപ്രീം കോടതി കൺസൾട്ട് ചെയ്യാനുള്ളത്, അതും നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. ഇനി ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിന്റ്മെന്റ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷൻ, യോഗ്യത എന്താണ്, അവരെങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അത് നമുക്ക് നോക്കാം. ഇന്ത്യൻ പൗരനായിരിക്കണം, ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം, എത്ര വർഷം, 5 വർഷം, അല്ലെങ്കിൽ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയിരിക്കണം, എത്ര വർഷം, 10 വർഷം. ഇതാണ് സുപ്രീം കോടതി ജഡ്ജ് ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കണം. ആരുടെ ഒപ്പീനിയനിൽ, രാഷ്ട്രപതിയുടെ ഒപ്പീനിയനിൽ. ഇനി മിനിമം ഏജിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. സുപ്രീം കോടതിയുടെ റിട്ടയർമെന്റ് ഏജ്, സുപ്രീം കോടതി ജഡ്ജിമാരുടെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 65 ആണ്. ഹൈക്കോടതി ആണെങ്കിൽ 62 ആണ്. ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. റിമൂവലും പ്രസിഡന്റ് ആണ്, അപ്പോയിന്റ്മെന്റും പ്രസിഡന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്, ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുടെയും ചീഫ് ജസ്റ്റിസിന്റെയും. ഓക്കെ, അത്രയും കൃത്യമായിട്ട് നോക്കി വെക്കുക. ഇത്രയും ഭാഗമാണ് നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതിനകത്ത്, അല്ലെങ്കിൽ യൂണിയൻ പാർട്ട് 5 എന്ന് പറയുന്ന യൂണിയനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്വിസിൽ എന്താണ്, പാർട്ട് 6 സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാനും ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ മിനിമം ഏജ് ടു ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് എനി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? എത്രയാണ് പ്രായപരിധി? 25 വയസ്സാണ് ഏത് സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിയാവാനുള്ള ചുരുങ്ങിയ പ്രായപരിധി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത്, which of the following articles of the Constitution of India provides for the creation of legislative councils in the states? സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് അല്ലെ, എല്ലാ സംസ്ഥാനങ്ങളിലും ബൈക്കാമറൽ ലെജിസ്ലേച്ചർ അല്ല ഉള്ളത്, ഇപ്പോൾ നമുക്കൊരു നിയമസഭ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പം അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ, അപ്പർ ഹൗസും ലോവർ ഹൗസും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 169. ഇനി ഇത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. Which of the following statements are correct regarding the composition of state legislative council? സംസ്ഥാനത്ത് ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
ശരിയായിട്ടുള്ള അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ കൗൺസിൽ ഇസ് ഫിക്സ്ഡ് അറ്റ് 1/3 ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ അസംബ്ലി. ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി അസംബ്ലിയുടെ 1/3 എന്ത് കൗൺസിലിന്റെ നമ്പർ എന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ശരിയാണ്. ഇനി ദ മിനിമം സ്ട്രെങ്ത് എത്രയായിരിക്കണം? 40 ആണ്. 40 പേരെങ്കിലും ഇല്ലാണ്ട് എടുത്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ. അതിലെ 5/6 ടോട്ടൽ ഓഫ് 5/6 ഓഫ് ദാറ്റ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ആർ ഇൻഡയറക്ട്ലി എലക്ടഡ്. 1/6 മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ്. ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന 6 അംഗങ്ങളും ബാക്കി 5 അംഗങ്ങളെ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് വരുന്നത്. ഓക്കെ. The nominations or nominated members made by the governor can be challenged in court. ഇത് തെറ്റാണ്. ഇപ്പം ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്നത് ഓൺലി A, B and C. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾക്ക് ഓരോ ചോദ്യമായിട്ട് തന്നെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പോവുക. സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ രൂപീകരിക്കുന്നതിനുള്ള ആർട്ടിക്കിൾ 169 ആണ്. അതിലെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് മിനിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 40 ആണ്. മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് അസംബ്ലിയുടെ 1/3. ഇപ്പോൾ കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കേരളത്തിലൊരു കൗൺസിൽ രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ 140ന്റെ 1/3 മാക്സിമം നമുക്ക് വെക്കാൻ പറ്റുന്ന നമ്പർ. ഈ 140ന്റെ 1/3 എടുക്കുന്ന സമയത്ത് അത് 40 ഇല്ല എന്നുണ്ടെങ്കിൽ 40 ആയിരിക്കും നമ്പർ. ഇപ്പോൾ 140 ഉള്ളതുകൊണ്ട് നമുക്കറിയാം 1/3 എന്ന് പറയുമ്പോൾ 40ന് മുകളിലാണ് അല്ലേ. നേരെ മറിച്ച് 110 നിയമസഭാ മണ്ഡലങ്ങളെ ഉള്ളൂ എന്ന് വിചാരിക്കുക. പിന്നെ 1/3 എടുക്കുമ്പോൾ 40 പേരില്ല. അപ്പോൾ എത്ര നമ്പർ ഫിക്സ് ചെയ്യുക? 40 ആയിട്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ, അങ്ങനെ. ഇനി അപ്പോൾ 2 പോയിന്റ്സ് ഉറപ്പായി. ഇനി ആ 40 അംഗങ്ങളാണ് ഉള്ളതെന്ന് വിചാരിക്കുക. സപ്പോസ് 40 പേരാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ആ 40നെ ഈ 6 കഷ്ണങ്ങളാക്കിയ ആ 6 കഷ്ണങ്ങളിൽ 5 സെക്ഷന് ആരെടുക്കും? ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ ഈ പറഞ്ഞ നമ്മുടെ മുനിസിപ്പാലിറ്റി, യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള അവിടുത്തെ ഈ പറയുന്ന സെനറ്റ്, സിൻഡിക്കേറ്റ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? എലക്ട് ചെയ്യുന്നു. 6ൽ 1 ഭാഗം ആളുകളെ ഗവർണർ നോമിനേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സിനകത്ത് പറഞ്ഞാണ്, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അടുത്ത ചോദ്യം നോക്കാം. ദ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് വർക്ക് ഡയറക്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ്. ജില്ലാ ജഡ്ജിയും സെഷൻ ജഡ്ജിയും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ആസ് ഓഫ് നവംബർ 2020 വേർ ഇസ് ഇന്ത്യസ് ന്യൂവസ്റ്റ് ഹൈക്കോർട്ട് ബിൽറ്റ്? എവിടെയാണ്? അമരാവതിയിലാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. നമ്മുടെ തെലങ്കാനയൊക്കെ രൂപീകരിച്ചതിന് ശേഷം അമരാവതിയിലാണ് പുതിയ ഹൈക്കോടതി വന്നിട്ടുള്ളത്. അപ്പോൾ അതിലെ ആർട്ടിക്കിൾസ് തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഭാഗം 5ഉം ഭാഗം 6ഉം. ഇത് ഞാൻ എപ്പോഴും ക്ലാസ്സിനകത്ത് പറയുന്ന കാര്യമാണ്. ഭാഗം 5ലെയും ഭാഗം 6ലെയും ആർട്ടിക്കിൾസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 89 ആഡ് ചെയ്യുക. 89 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാർട്ട് 6 കിട്ടും. പ്രസിഡന്റിന്റെ, രാഷ്ട്രപതിയുടെ പാർഡണിംഗ് പവർ 72 നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ 161 വരും. 74 പ്രൈം മിനിസ്റ്റർ നിങ്ങൾ പഠിച്ചതാണ്. അഡ്വൈസ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ 163 വരും. അറ്റോർണി ജനറൽ നിങ്ങൾ പഠിച്ച് 76 ആണെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ 89 ആഡ് ചെയ്താൽ 165 വരും. 79 കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത് അല്ലെ, എന്തിന്റെ? പാർലമെന്റിന്റെ. ഇവിടെ 168 ആണ് എന്ത് പറയുന്നത്? സംസ്ഥാന നിയമസഭകളുടെ രൂപീകരണത്തെ പറ്റി പറയുന്നത്. 83 കാലാവധി, ഇവിടെ 172 കാലാവധി. അപ്പോൾ ആ രീതിയിൽ 89 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്കറിയാം 79 മുതലാണ് 123 വരെയാണ് എന്ത് ചെയ്യുന്നത്? പാർലമെന്റിന്റെ ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ അതിൽ 72 മുതൽ ഒരു 111 വരെയുള്ള ആർട്ടിക്കിൾസ്, അതായത് ഭാഗം 5ൽ 72 മുതൽ 111 വരെയുള്ള ആർട്ടിക്കിൾസ് അപ്പുറത്തെ നമുക്ക് സ്റ്റേറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 89 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. നേരെ മറിച്ച് 112 മുതൽ 124 വരെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ആഡ് ചെയ്യുക? 90 ആഡ് ചെയ്യുക. അപ്പോൾ കേന്ദ്രത്തിലെ ബഡ്ജറ്റ് 112 ആണ്. അതിൻ്റെ കൂടെ 90 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് സംസ്ഥാനങ്ങളിലെ ബഡ്ജറ്റ് കിട്ടും. അത് എത്ര വരും? 202 വരും അല്ലേ. 117, 118ഒക്കെയാണ് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ബില്ലുകൾ വരുന്നത്. ഫിനാൻഷ്യൽ ബില്ലുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 90 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 207 വരും അല്ലേ. 123 രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ. 90 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ എത്ര വരും? 213 വരും. അതുകൊണ്ടോ ഈ രീതിയിൽ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകാനായിട്ട് നോക്കുക. വളരെ എളുപ്പം നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആർട്ടിക്കിൾസ് ഇവിടെ ചോദിക്കാറുണ്ട് പാർട്ട് 6ൽ നിന്ന്. 6ൽ നിന്ന് ചോദിക്കണമെങ്കിൽ ഈ 89ന്റെയും 90 ഈ 2 മാജിക് നമ്പേഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ആർട്ടിക്കിൾസ്, അതായത് പാർട്ട് 5ൽ ആർട്ടിക്കിൾസ് പഠിച്ചാൽ പാർട്ട് 6ഉം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. ഓക്കെ, ഇനി ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഗവർണറും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും അടങ്ങുന്ന ഒരു സംഭവമാണ് സംസ്ഥാനത്തെ ഈ നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഗവർണർ ഒപ്പുവെച്ചാലല്ലേ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ബില്ലും നിയമമാവുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ ആ സംസ്ഥാന ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് യൂണി ക്യാമറലാവാം, ബൈ ക്യാമറലാവാം. യൂണി ക്യാമറൽ എന്ന് പറഞ്ഞാൽ കേരളം, ബൈ ക്യാമറൽ എന്ന് പറഞ്ഞാൽ ആന്ധ്ര, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, UP. ഈ 6 സ്റ്റേറ്റുകളുടെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഈ 6 സ്ഥലങ്ങളിലാണ് ഇപ്പം എന്തുള്ളത്?
ബൈക്യാമറലുള്ളത്. ഈ ബൈക്യാമറൽ അപ്പർ ഹൗസ് ഉണ്ട്, ലോവർ ഹൗസ് ഉണ്ട്. അപ്പർ ഹൗസിന്റെ ആർട്ടിക്കിൾ ആണ് 169. അപ്പർ ഹൗസിൽ 1/3 അംഗങ്ങളെ പാടുള്ളൂ. എവിടത്തെ? ലോവർ ഹൗസിലെ. അപ്പർ ഹൗസിൽ 40 പേരാണ് മിനിമം വേണ്ടത്. അപ്പർ ഹൗസിൽ 40 പേരാണ് മിനിമം വേണ്ടത്. 5-ൽ 6 പേര് അല്ലെങ്കിൽ 6-ൽ 5 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡയറക്ട്ലി എലക്ട് ചെയ്യുന്നു. ബാക്കി 6-ൽ ഒരാളെ എന്ത് ചെയ്യുന്നു? നോമിനേറ്റ് ചെയ്യുന്നു. ഇതായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ച ആർട്ടിക്കിൾസ്. ഓക്കെ, ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിലൂടെയാണ്. പിന്നെ അതിനെ എന്ത് ചെയ്തു? 935 ആക്ടിൽ എക്സ്റ്റെൻഡ് ചെയ്യാണ് ഉണ്ടായത്. ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നു. ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അതുപോലെ 25 വയസ്സാണ് പ്രായപരിധി. 30 വയസ്സാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പ്രായപരിധി. മേക്ക് എൻ ഓത്ത്, ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു ഓത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരാളുടെ മുൻപാകെ ഒരു സത്യപ്രതിജ്ഞ ചൊല്ലേണ്ട ആവശ്യമുണ്ട്. ഇത്രയാണ് ഭരണഘടന പറയുന്ന യോഗ്യത. ഇതല്ലാതെ പാർലമെന്റ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലൂടെ പാസ്സാക്കിയിട്ടുള്ളതുണ്ട്. അത് പറയുന്നത് എന്താണ്? ഒരു എലക്ടർ ഫോർ എൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ദ കൺസേൺ സ്റ്റേറ്റ്. ആ പർട്ടിക്കുലർ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എലക്ടർ ആയിരിക്കണം, അതായത് വോട്ടർ ലിസ്റ്റിനകത്ത് പേരുള്ള ആളായിരിക്കണം. ആൻഡ് മസ്റ്റ് ബി എ റെസിഡന്റ് ഫോർ ഗവർണേഴ്സ് നോമിനേഷൻ. ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ ആ സംസ്ഥാനത്ത് താമസിക്കുന്ന ആളായിരിക്കണം. ഇപ്പം കേരളത്തിന്റെ ഗവർണർക്ക് UP-യിലോ ബീഹാറിലോ ഇരിക്കുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പർ ഹൗസിൽ കൊണ്ടിരുത്താൻ പറ്റില്ല. കേരളത്തിൽ അപ്പർ ഹൗസ് ഇല്ല. ഞാൻ പറയുന്ന അപ്പർ ഹൗസിൽ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഇതാണ് സ്ട്രെങ്ത്തും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇത് ഒറ്റയടിക്ക് അങ്ങ് നോക്കുക, പഠിക്കുക. വേറെ ഒന്നും ഇതിനകത്ത് നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ഈ 104-നെ പറ്റിയിട്ടൊന്നും ഓർത്തിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ റിസർവേഷൻ എടുത്തു കളഞ്ഞ ഭരണഘടന ഭേദഗതിയാണ് 104. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 3-1 ആളുകളുടെ കാര്യം ഇവിടെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. മിനിമം 40 ആണ്, മാക്സിമം 1/3 ആണ്. ആക്ച്വൽ സ്ട്രെങ്ത് ഫിക്സഡ് ബൈ പാർലമെന്റ് ആണ്. പുറത്തും അതിന്റെ കണക്കുകളുണ്ട്. 60 ആണ് മിനിമം, 500 ആണ് മാക്സിമം. അരുണാചൽ പ്രദേശ്, സിക്കിം, ഗോവ ഇവിടെ മാത്രമാണ് 30 ഉള്ളത്. മിസോറാമിൽ 40, നാഗാലാൻഡിൽ 46. ഇത്രയാണ് എക്സെപ്ഷൻ ഫോർ മിനിമം. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എക്സെപ്ഷൻ ഉണ്ട്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും എത്രയാണ്? 60 ആണ്. അതിൽ മറ്റൊരു എക്സെപ്ഷൻ ആണ് ഗോവ. ഗോവ വടക്ക് കിഴക്കനല്ല, അവിടെ എത്രയേ ഉള്ളൂ? 30 പേരേ ഉള്ളൂ. 30 MLA-മാരേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഹൈക്കോടതി, സുപ്രീം കോടതി, അതിൻ്റെ ഹൈറാർക്കി വ്യക്തമായിട്ട് ഞാൻ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്ന് നോക്കി വെക്കുക. സുപ്രീം കോടതിയാണ് ഏറ്റവും വലിയ കോടതി, പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത്. ഹൈക്കോടതി അതിൻ്റെ താഴെയാണ്. ഹൈക്കോടതി അതിൻ്റെ താഴെ വരുന്നു. അതിൻ്റെ താഴെ സബോർഡിനേറ്റ് കോടതികൾ വരുന്നു. സബോർഡിനേറ്റ് കോടതികളിലെ ഒരേ ഹൈറാർക്കിയിൽ വരുന്നതാണ് ജില്ലാ കോടതി, സെഷൻസ് കോടതി, റവന്യൂ കോടതി. മിക്കവാറും ഇതെല്ലാം തന്നെ ഒരു ജില്ലയിൽ ഒറ്റ കോംപ്ലക്സിനകത്ത് വരുന്ന കാര്യമാണ്. ജില്ലാ കോടതി പരിഗണിക്കുന്നതാണ് സിവിൽ കേസുകൾ, സ്വത്ത് തർക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജില്ലാ കോടതികളാണ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടാണ് പരിഗണിക്കുന്നത്. സെഷൻസ് കോടതി എന്ന് പറയുന്നതാണ് ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്നത്. കൊലപാതകം, കുറ്റം തുടങ്ങിയുള്ള സംഭവങ്ങളെല്ലാം അവരാണ് പരിഗണിക്കുന്നത്. റവന്യൂ കോടതികളാണ് ലാൻഡ് റവന്യൂ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളെല്ലാം. ഇതിന് പുറമെ വരുന്നതാണ് സ്പെഷ്യൽ കോടതികളും ട്രൈബ്യൂണൽസും, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഇതിന് പുറമെ വരുന്നതാണ്. ഓക്കെ, ഇനി ജില്ല ഇതിനകത്തുള്ള ജഡ്ജിമാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ജില്ലാ ജഡ്ജാണ് ഏറ്റവും ഉയർന്ന സബോർഡിനേറ്റ് ജഡ്ജ് എന്ന് പറയുന്നത്. ഹൈക്കോടതി ജഡ്ജിനും സുപ്രീം കോടതി ജഡ്ജും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാത്തത്. സെഷൻസ് ജഡ്ജാണ് സെഷൻസ് കോടതിയിലെ ജഡ്ജ് എന്ന് പറയുന്നത്. ബോർഡ് ഓഫ് റവന്യൂ ആണ് റവന്യൂ കോർട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അഡീഷണൽ ജില്ലാ ജഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ക്ലാസ് 1, ക്ലാസ് 2 കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഇവിടെയാണെങ്കിലും ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ജഡ്ജുകൾ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഡിപ്പെൻസ് ഓൺ സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ഇതിന്റെ ഹൈറാർക്കിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിരുന്നാലും കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ഹൈറാർക്കി തന്നെയാണ്. ജഡ്ജിമാരുടെ പേര്, അവരുടെ പൊസിഷൻസിനകത്തൊക്കെയാണ് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി എന്ന് പറയുന്നത് കൽക്കട്ടയാണ്. 1862 ജൂലൈ 1 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോർട്ട്സ് ആക്ടിലൂടെയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഡൽഹി ഹൈക്കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തത് 31 ഒക്ടോബർ 1966 ത്രൂ ഡൽഹി ഹൈക്കോർട്ട് ആക്ട് 1966. ഇത് രണ്ടും എടുത്തു പറയാൻ കാരണം എടുത്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ CBT 1-ന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിനകത്ത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമേയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി നിങ്ങൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി കണ്ടക്ട് ചെയ്തിട്ടുള്ള, കഴിഞ്ഞ വർഷം കണ്ടക്ട് ചെയ്തിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ഡിഗ്രി ലെവൽ പോസ്റ്റ് നമ്മുടെ കേരള PC കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യൽ പേപ്പറിന്റെ അത്രയും കനത്തിലുള്ള ചോദ്യങ്ങൾ വരെ NTPC ഗ്രാജുവേറ്റ് ലെവൽ CBT 1-ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളുടെ പുറകെ നമുക്ക് പോയിട്ട് സമയം കളയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദിച്ച ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോകാന്നുള്ളതല്ലാതെ
ആ ചോദിച്ച ചോദ്യങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അനുബന്ധ എല്ലാ ഫാക്ടറുകളും നിങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് നിറഞ്ഞു പോവും, നിങ്ങൾക്ക് ഓവർഫ്ലോ വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയും ടോപ്പിക്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ ഒരുപാട് പോവാതിരിക്കുക. ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോക്കി പോകുന്നതിൽ തെറ്റില്ല, ഞാനത് എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അല്ലാതെ ഒരുപാട് ആ ടോപ്പിക്സിന് പുറകെ ഇരിക്കരുത്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് എപ്പോഴും സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് 92ലാണ്. അത് പ്രകാരം ഏത് ബോഡിയാണ് ഫൗണ്ടേഷൻ ആയിട്ട് പറയുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് ഗ്രാമസഭ, അല്ലേ? അതെ. ഇനി ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് 74ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അർബൻ ലോക്കൽ ഗവൺമെന്റ് ബോഡീസിന്റെ കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകളെല്ലാം നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. അത് 73ലും 74ാം ഭേദഗതിയിലും പറയുന്നുണ്ട്. ഇനി 92ന് മുന്നേ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ആണ്. നിയമപരമായിട്ടുള്ള ഒരു പിന്താങ്ങൽ അല്ലെങ്കിൽ പിൻബലം മാത്രമേ അതിനുണ്ടായിട്ടുള്ളൂ. 73ലെ ഈ പറഞ്ഞ ഭരണഘടനാ ഭേദഗതിയിലൂടെ അതിനെന്ത് സംഭവിക്കുകയാണ്? ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവി അതിന് വീണ് കിട്ടുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ സെപ്റ്റംബർ 2024 വൺ നേഷൻ വൺ ഇലക്ഷൻ പ്രൊപ്പോസൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊപ്പോസൽ വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹൈ ലെവൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ മുൻകാല നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നിട്ടുള്ള രാംനാഥ് കോവിന്ദാണ് അതിന്റെ ഹെഡായിട്ട് അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ളതെന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. 2024 കറണ്ട് അഫെയർ ആണ്, ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രസിഡന്റുമാരുടെ ഒരു ഇന്ത്യൻ പ്രസിഡൻസ് എന്ന് പറഞ്ഞിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് ഒരു ക്ലാസ്സിനകത്തും ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു രാംനാഥ് കോവിന്ദിനെ പറ്റി പറഞ്ഞപ്പോൾ. ഓക്കെ, അപ്പോൾ അത് ഈ ഇത്തവണത്തെ NTPC ഗ്രാജുവേറ്റ് ലെവലിന് ചോദിച്ചിട്ടുണ്ട്. ആ സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് തിരിച്ചു മറിച്ചും വരുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഓവറോൾ ദ പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻ ഇന്ത്യ ഇസ് ഡിസൈൻ ടു പ്രൊമോട്ട്. എന്താണ് പഞ്ചായത്തി രാജ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കൺസെപ്ച്വൽ ചോദ്യമാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലുള്ള ഭരണം, അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ സമൂഹത്തിന്റെ അടിത്തട്ടിൽ തൊട്ടുള്ള ആളുകളെ എംപവർ ചെയ്യുക, അല്ലെ? അതാണ് ഇവരുടെ ശാക്തീകരണം, അല്ലെ? അതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയ്ക്കകത്ത് ആർട്ടിക്കിൾ 40 DPSPയിൽ പറയുന്നുണ്ട് നിങ്ങൾ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ അതിന് എന്ത് ചെയ്യുന്നു? ഭരണഘടനാപരമായിട്ടുള്ള പദവി ലഭിക്കുന്നു. ബൽവന്ത് റായ് കമ്മിറ്റി 57, അശോക് മേത്ത കമ്മിറ്റി 77, GVK റാവു കമ്മിറ്റി 85, LM സിമി കമ്മിറ്റി 86. ഇതെല്ലാം തന്നെ PRIs പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബൽവന്ത് റായ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഫോം ചെയ്യപ്പെട്ട പഞ്ചായത്ത് രാജ് സ്ഥാപനം ഏറ്റവും ആദ്യം അഡോപ്റ്റ് ചെയ്ത രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. അത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനെ പറ്റിയിട്ട്, ജനാധിപത്യപരമായിട്ടുള്ള വികേന്ദ്രീകരണത്തെ പറ്റിയിട്ടാണ് ബൽവന്ത് റായ് കമ്മിറ്റി 57 പറഞ്ഞത്. 77 ടു ടയർ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പറയുന്നു. അവിടെ ന്യായ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട് അശോക് മേത്ത കമ്മിറ്റി. GVK റാവു കമ്മിറ്റി വരുന്നു, അതിനുശേഷം LM സിംഗ്വി കമ്മിറ്റി വരുന്നു. ഇവരെല്ലാവരും തന്നെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇനി 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നിട്ടുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു ഓവർവ്യൂ നമുക്ക് നോക്കിപ്പോവാം. നിർബന്ധമായിട്ടും വേണ്ട പ്രൊവിഷൻസ് എന്താണ്? ഗ്രാമസഭകൾ സമ്മേളിപ്പിക്കണം, 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആയിരിക്കണം, നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആയിരിക്കണം, മിനിമം പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സായിരിക്കണം, ചെയർമാൻ ഇൻഡയറക്ട് ഇലക്ഷനിലൂടെ ആയിരിക്കണം, റിസർവേഷൻ വേണം പട്ടികജാതി പട്ടികവർഗക്കാർക്ക്, സ്ത്രീകൾക്ക് റിസർവേഷൻ വേണം, അതുപോലെ തന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും രൂപീകരിക്കപ്പെടണം. ഇത്രയും കാര്യങ്ങൾ 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്ത് പറ്റും? ഫോളോ ചെയ്ത് പറ്റും. വോളണ്ടറി പ്രൊവിഷൻസ് ഉണ്ട്. എന്താണ്? വോട്ടിംഗ് റൈറ്റ്സ് ടു MLAs ആൻഡ് MPs ഇൻ ദീസ് ബോഡീസ്. അത് വോളണ്ടറി റൈറ്റ് ആണ്, വേണമെങ്കിൽ മാത്രമേ അവർ ഇതിന്റെ ഭാഗമാക്കിയാൽ മതി. റിസർവേഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് വോളണ്ടറി ആണ്. ഫിനാൻഷ്യൽ പവർ കൊടുക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഡെവല്യൂഷൻസ് ഓഫ് ഫംഗ്ഷൻസ് അണ്ടർ 11th ഷെഡ്യൂൾ. 11th ഷെഡ്യൂൾ നമുക്കറിയാം പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതിനകത്ത് കാര്യങ്ങളിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് സ്റ്റേറ്റിന് തീരുമാനിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വോളണ്ടറി പ്രൊവിഷൻസ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി 73ാം ഭരണഘടനാ ഭേദഗതി പാർട്ട് 9 ആഡ് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആഡ് ചെയ്തു, 11ാമത്തെ പട്ടിക ആഡ് ചെയ്തു. അതിനകത്ത് 29 ഐറ്റംസ് ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റം ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 20 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ വേണം. ഇനി പഞ്ചായത്ത് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് ഇൻ ഈച്ച് സ്റ്റേറ്റ് ത്രൂ ആക്ട്സ് ഓഫ് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. സംസ്ഥാനം ഇപ്പോൾ കേരള പഞ്ചായത്ത് രാജ് ആക്ട് 94 കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും വേറെ വേറെ നിയമങ്ങളുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻസ് റെഗുലർലി
എവറി 5 ഇയേഴ്സ്, എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും പഞ്ചായത്ത് ഇലക്ഷൻസ് നടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസർവേഷൻ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് 33 അല്ലെങ്കിൽ 1/3% കുറയാത്ത റിസർവേഷൻ വേണം. ഇനി പോപ്പുലേഷൻ അനുസരിച്ചിട്ടായിരിക്കും SC/ST-കാരുടെ റിസർവേഷൻ എന്ന് പറയുന്നത്. റിസർവ്ഡ് സീറ്റിലും 1/3 സീറ്റുകൾ ആർക്ക് കൊടുക്കണം? സ്ത്രീകൾക്ക് കൊടുക്കണം. ഓക്കെ. ഇനി ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ടു ബി ഫിൽഡ് ബൈ ദ ഡയറക്റ്റ് ഇലക്ഷൻ 1/3 ഹാവ് ടു ബി റിസർവ്ഡ് ഫോർ വുമൺ. അപ്പോൾ ടോട്ടൽ സീറ്റിൽ 1/3 ആർക്ക് കൊടുക്കണം? സ്ത്രീകൾക്ക് കൊടുക്കണം. റിസർവേഷനും വേണം. റിസർവേഷൻ ഉള്ള സീറ്റിൽ 1/3 ആർക്ക് കൊടുക്കണം? സ്ത്രീകൾക്കും കൊടുക്കണം. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യണമെന്നും 74ാമത്തെ ഭരണഘടനാ ഭേദഗതി പറയുന്നു. അതിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുള്ള അമെൻമെന്റ്സിൽ ആഡ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾസിൽ ഞാൻ ചുവന്ന മഷിയിൽ കൊടുത്ത് പഠിച്ചിട്ട് പോവുക. 243A ആണ് ഗ്രാമസഭയെ പറ്റി പറയുന്നത്. 43B പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റി പറയുന്നു. 43D റിസർവേഷനെ പറ്റി പറയുന്നു. 43E അതിന്റെ കാലാവധിയെ പറ്റി പറയുന്നു. 43I ധനകാര്യ കമ്മീഷനെ പറ്റിയിട്ടും 43K തെരഞ്ഞെടുപ്പുകളെ പറ്റിയിട്ടും പറയുന്നു. 73ാം ഭരണഘടനാ ഭേദഗതി 92 വന്നു. ഭാഗം 9 243 മുതൽ 243O വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം, ചോദ്യം വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഓക്കെ. 74ാമത്തെ ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുമ്പോൾ The Indian Constitution through 74th Constitutional Amendment Act of 1992 introduced Part 9A, Articles 243P to 243ZG. ഇത് മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആർക്ക് കൊടുത്തു? മുനിസിപ്പാലിറ്റീസിന് കൊടുത്തു. ഇതാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഷെഡ്യൂൾ 12 ആഡ് ചെയ്യുന്നു. അതിനകത്തും ഈ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റീസിന്റെ ഗവർണൻസിന് അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡീസിന്റെ ഗവർണൻസിന് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ പറയുന്ന നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി ഇതിന് പുറമെ നമ്മുടെ ഈ പറയുന്ന ലാസ്റ്റ് നമ്മുടെ NTPC 2 എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ അവിടെ കുറച്ച് പുതിയ കേസുകളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു 5ഓളം ചോദ്യങ്ങൾ ഞാൻ ഈ പറയുന്ന NTPC എക്സാംസിന് അതുപോലെ തന്നെ അതിന് മുന്നേ കണ്ടക്ട് ചെയ്തിട്ടുള്ള പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള ചില കേസുകൾ, പ്രധാനപ്പെട്ട ചില പറഞ്ഞ പോലെ വിധികൾ ഞാൻ 5 ക്വസ്റ്റ്യൻസോളം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. In the K. Umadevi versus Government of Tamil Nadu case 2022, the Supreme Court granted maternity benefits for the third child under the Maternity Benefit Act 2017, stating it is a constitutional right. Which fundamental right did the court link this benefit to? Okay. അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ കൂടെ ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ D ക്യാൻസൽ ചെയ്യാം. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണമാണോ? മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആനുകൂല്യമാണ്, അല്ലേ? അപ്പോൾ അത് ചൂഷണമല്ല. വിദ്യാഭ്യാസമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ആ രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾ 21 കിട്ടും, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. ആൻഡ് ഈ കേസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഏതാണ് കേസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദ്യം വരാം. അല്ലെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ന് പറയുന്നതിൽ 3ാമത്തെ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത് ഒരു ഭരണഘടനാപരമായിട്ടുള്ള റൈറ്റ് ആണ് എന്ന് പറഞ്ഞത് ഏത് കേസിലാണ് എന്നൊരു ചോദ്യം വന്നാലോ? അപ്പോൾ ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. K. Umadevi വേഴ്സസ് ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് കേസ് 2022. ഇപ്പോൾ K. Umadevi ആദ്യം മദ്രാസ് ഹൈക്കോടതിയിൽ കേസിന് പോയപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഇല്ല, അങ്ങനൊരു സംഭവം നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നിങ്ങൾക്ക് 3ാമത്തെ കുട്ടിക്ക് എന്ത് കിട്ടില്ല? മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയെ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ഇത്തരത്തിലൊരു പ്രസ്താവന വയ്ക്കുകയാണ് ഉണ്ടായത്. ഓക്കെ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സുപ്രീം കോർട്ട് സെറ്റ് അസൈഡ് എ മദ്രാസ് ഹൈക്കോർട്ട് ഓർഡർ ദാറ്റ് ഹാഡ് ഡിനൈഡ് മെറ്റേണിറ്റി ലീവ് ടു എ വുമൺ ഓൺ ദ ബർത്ത് ഓഫ് തേർഡ് ചൈൽഡ് ബേസ്ഡ് ഓൺ സ്റ്റേറ്റ്സ് പോളിസി ലിമിറ്റിംഗ് ബെനിഫിറ്റ്സ് ടു വുമൺ വിത്ത് ഓൺലി 2 children. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ പറയുന്നു വുമൺസിന്റെ ആർട്ടിക്കിൾ 21 സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ചോയ്സിനെ പറ്റി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അത് മറ്റൊരു കേസിനകത്ത് വന്നിട്ടുള്ള വിധിപ്പകർപ്പാണ്. സുജിത ശ്രീവാസ്തവ വേഴ്സസ് ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേഷൻ കേസ്. ആ കേസിനകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പേഴ്സണൽ ലിബർട്ടിനെ ബാധിക്കുന്ന കാര്യമാണ്. റീപ്രൊഡക്റ്റീവ് ചോയ്സ് എന്ന് പറയുന്ന ഓരോ സ്ത്രീക്കും അവകാശമാണ് എന്ന് അത് ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതാണെന്നും പറയുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ട് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് ആർ എൻഷ്രൈൻഡ് ഇൻ ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR-നകത്തും അതുപോലെ തന്നെ റൈറ്റ് ടു ഹെൽത്ത്, പ്രൈവസി, ഡിഗ്നിറ്റി, ഈക്വാലിറ്റി തുടങ്ങിയ കാര്യത്തിനകത്ത് വരുന്നതാണ്. ഇതാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന കേസിനെ പരിഗണിച്ചിട്ടുള്ളത്. മറ്റൊരു കേസ് നോക്കാം. ഇൻ ദ കേസ് ഓഫ് വിഹാൻ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, വാട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ലെഡ് ദ സുപ്രീം കോർട്ട് ടു ഡിക്ലെയർ ദ അറസ്റ്റ് ഇല്ലീഗൽ? ഇതും നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. നിങ്ങൾ ഈ കേസ് കേട്ടിട്ടില്ലെങ്കിൽ കൂടി
ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് പ്രിവെന്റീവ് ഡിറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഏതാണ്? ആർട്ടിക്കിൾ 22 സബ്സെക്ഷൻ 1 അപ്പോൾ ബാക്കി നിങ്ങൾ വായിക്കേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേസ് നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യോ ഞാൻ കറണ്ട് അഫയർ വായിച്ചിട്ടില്ല, അയ്യോ ഞാൻ ക്ലാസ്സിനകത്ത് ഈ കേസ് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ബേജാറാവുമല്ല വേണ്ട. അല്ലെങ്കിൽ അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ ലാസ്റ്റ് ആഡ് ചെയ്തത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ആലോചിക്കുക. അറസ്റ്റ് ഇല്ലീഗൽ ആണ് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 22 പ്രിവെന്റീവ് ഡിറ്റൻഷൻ. അത് തന്നെയാണ് ഇതിന്റെ ആൻസർ വന്നിരിക്കുന്നത് അല്ലേ. ഇതിന്റെ കാര്യം കേസ് വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ പറയാം. വിഹാൻ കുമാറിനെ എന്ത് ചെയ്തു? ഒരു ഫ്രോഡ് കേസിനകത്ത് പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തു. പോലീസുകാർ അറസ്റ്റ് ചെയ്തപ്പോൾ വിഹാൻ കുമാർ പറഞ്ഞു റിറ്റ് പെറ്റീഷൻ വെച്ചു, കാരണം അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് എൻ്റെ അടുത്ത് കാരണം പറഞ്ഞിട്ടില്ല. പഞ്ചാബ് ആൻഡ് ഹരിയാന കോടതി എന്ത് ചെയ്തു? അതിനെ തള്ളി. CCTV ഫുട്ടേജ് ഒക്കെ വെച്ചപ്പോൾ അതിനെ തള്ളി. ഹൈക്കോർട്ട് റിജക്റ്റഡ് ദ പെറ്റീഷൻ ഹോൾഡിംഗ് ദാറ്റ് ദ പോലീസ് ഫോളോഡ് ദ പ്രോപ്പർ പ്രൊസീജിയർ. പക്ഷേ 24 അവർ റൂള് വയലേറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. കുമാർ എന്ത് ചെയ്തു? ഈ വിഹാൻ കുമാർ എന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി. ക്ലെയിമിംഗ് ദ വയലേഷൻ ഓഫ് ഹിസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 22(1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സെക്ഷൻ 50 ഓഫ് ദ CRPC. സുപ്രീം കോടതി അദ്ദേഹത്തിന് ഫേവറായിട്ട് വിധിച്ചു. ഹൈക്കോടതിയുടെ ഡെസിഷനെ മാറ്റി. അപ്പം ഒരാൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം അത് ലീഗൽ ആവണമെന്നില്ല. അറസ്റ്റ് ഇല്ലീഗൽ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറിയണം തന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളത്. അത് 22 ഓൾറെഡി പ്രതിപാദിക്കുന്നുണ്ട് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഓക്കെ, അപ്പോൾ അതും പഠിച്ചു വെക്കുക. ഇനി ബാക്കി കേസ് എന്താണ്? അക്കോർഡിംഗ് ടു ദ സുപ്രീം കോർട്ട് റൂളിംഗ് ദ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് വേഴ്സസ് ബൽവീർ സിംഗ് കേസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ചൈൽഡ് വിറ്റ്നസ്? ചൈൽഡ് വിറ്റ്നസിനകത്ത് എന്താണ് പറയുന്നത്? എ ചൈൽഡ്സ് എവിഡൻസ് ഇസ് അഡ്മിസിബിൾ ഇഫ് ഫൗണ്ട് വോളണ്ടറി, റിലയബിൾ ആൻഡ് അൺട്യൂട്ടഡ്. പഠിപ്പിച്ചു കൊടുക്കാത്ത, റിലേ ചെയ്യാൻ പറ്റുന്ന, വോളണ്ടറി ആരും പേടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാത്ത ഒരു കുട്ടിയുടെ മൊഴിയാണെന്നുണ്ടെങ്കിൽ അത് എവിഡൻസ് ആയിട്ട് പരിഗണിക്കാം എന്ന് പറഞ്ഞ കോടതി വിധിയാണ് 24 ഫെബ്രുവരി 2025 സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് വേഴ്സസ് ബൽവീർ സിംഗിന്റെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, എവിഡൻസ് ആക്ട് മാൻഡേറ്റ്സ് ദ മിനിമം ഏജ് ഫോർ എ പേഴ്സൺ ടു ബി എ വിറ്റ്നസ് ഇൻ കോർട്ട്. അപ്പോൾ ഇതിനെ ബാക്കി എല്ലാ ഈ കേസ് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കുന്നതാണ് അല്ലേ, തെറ്റാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കേസ് നോക്കാം. Which landmark case did the Supreme Court of India rule that the Council of Ministers does not cease to hold office even after the resolution of Lok Sabha? ഞാൻ നേരത്തെ നമ്മുടെ പാർലമെന്റ് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. UN റാവു വേഴ്സസ് ഇന്ദിരാഗാന്ധി 1971. ഇന്ദിരാഗാന്ധി ഭൂരിപക്ഷം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിസഭ പിരിച്ചുവിടുകയും ആ സമയത്ത് UN റാവു എന്ത് ചെയ്യുന്നു? പോയിട്ട് ചോദിക്കുകയാണ്, മന്ത്രിസഭയല്ല പാർലമെന്റ്, ലോക്സഭ പിരിച്ചുവിട്ടു. ലോക്സഭ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മന്ത്രിസഭ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു. അപ്പം സുപ്രീം കോടതി എന്ത് പറഞ്ഞു? Rule that the Council of Ministers does not cease to hold office even after the resolution of Lok Sabha എന്ന് വിധിച്ച ഈ പറയുന്ന UNR റാവു വേഴ്സസ് ഇന്ദിരാഗാന്ധി 1971 എന്ന് പറയുന്നത്. ഇനി ഒരു വിധി കൂടെ ഉണ്ട്. Which of the following statement is correct regarding Supreme Court's ruling in Urmila Dikshit versus Sunil Sharan Dikshit, January 2025, related to the interpretation of the Maintenance and Welfare of Parents and Senior Citizens Act 2007? അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 23 ഓഫ് ദി ആക്ട് അലൗസ് ദ ട്രൈബ്യൂണൽസ് ടു ക്യാൻസൽ എ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ഇഫ് ബേസിക് അമ്യൂണിറ്റീസ് ആർ നോട്ട് പ്രൊവൈഡഡ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അച്ഛനമ്മമാരെ നേരെ ചൊവ്വേ നോക്കാത്ത കേസുകളിലുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, സ്വത്തവകാശം, സ്വത്ത് അച്ഛൻ മക്കൾക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മ മക്കൾക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാനുള്ള ആക്ട് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊവിഷൻ സെക്ഷൻ 23 ഓഫ് മെയിൻ്റെനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 പറഞ്ഞിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഈ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കേസുകളാണ് അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 50ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യങ്ങൾ, ഇതുമായിട്ട് അനുബന്ധപ്പെട്ട ഒരുപാട് ഫാക്റ്റുകൾ, അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കി അതിനകത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേപ്പറും പേനയും എടുത്തു വെച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോയിട്ട് ആ നോട്ട് കൊണ്ട് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ തൊട്ട് മുന്നേ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ഉപകാരമുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ആ രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സസ് എല്ലാം തന്നെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.